How do you find the facility out here? Worse than Bihar. Worse than Bihar? Yeah. ഇടയ്ക്ക് ചെറിയ ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്ന സാധനം വന്ന സിമെന്റിങ് വെച്ചൊരു ടെമ്പററി വർക്കാണ് ചെയ്യുന്നത്. പെയിന്റ് എല്ലാം പൊളിഞ്ഞു വീഴുന്നു, കോൺക്രീറ്റ് അതുപോലെ തന്നെ പോകുന്നു. ഞങ്ങൾ ചോദിച്ചു ബാത്റൂം ലോക്ക് ആക്കി തരും, അപ്പോൾ പറഞ്ഞു അതൊക്കെ ഒരു ആഡംബരല്ലേ മോനെ. ഇപ്പോൾ തന്നെ ശരിക്കും ഇവിടെ നിൽക്കേണ്ട ആൾക്കാർ കൂടുതൽ ആൾക്കാരാണ് ഈ ബ്ലോക്കിൽ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പുതിയൊരു ബ്ലോക്ക്. ഒരു റൂമിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് 7 പേരൊക്കെയാണ്. അങ്ങനെ അട്ടി ഞങ്ങളിവിടെ കിടന്നോണ്ടിരിക്കുന്നു. വിമാനം ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടി അവിടെ ഉണ്ടായതുകൊണ്ടേ ഗതാഗത മന്ത്രി രാജിവെക്കുകയാണ്. ഇത് ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിൽ ഉണ്ടായതല്ലോ. ആരോഗ്യമന്ത്രി ഉരുട്ടിയിട്ടതല്ല, പക്ഷെ ഉരുണ്ട് കിടന്ന് ന്യായീകരിക്കുന്നുണ്ട്. ഈ സംവിധാനമാകെ സിസ്റ്റം തകരാറിലായത് ആണ്. അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവർ ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ വലിയ തോതിൽ ഇപ്പോൾ കാസർഗോഡ്, പാലക്കാട്, മലപ്പുറത്ത്, തിരുവനന്തപുരത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇടങ്ങളിലെ വലിയ തോതിലുള്ള വീഴ്ചകൾ, തകരാറുകൾ എല്ലാം കൃത്യമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്, മാധ്യമങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് ദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റോറിയൽ മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം എന്നുള്ളതായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് 9 വർഷമായി ഒരു പാർട്ടി നയിക്കുന്ന സർക്കാരുകൾ, 2 സർക്കാരുകൾ ഭരിക്കുന്നു. ഇവിടെ ഉണ്ടാകുന്ന തകരാറുകളെക്കുറിച്ച്, ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആരോടാണ് ചോദിക്കേണ്ടത്? ആ ചോദ്യം ഉയരുന്ന സമയത്ത് ആ ചോദ്യത്തിന് മറുപടി എന്നതിനപ്പുറത്തേക്കുള്ള ന്യായീകരണങ്ങൾ പര്യാപ്തമാണോ? ഇന്ന് തെരുവിൽ ഉയർന്നു കേട്ട ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ രാജി എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് രാജി ആവശ്യപ്പെടുക എന്നതിൽ തർക്കമൊന്നുമില്ല. അതിനോട് CPM എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരൊറ്റ വർഷം മാത്രമാണ് സർക്കാരിന് മുന്നിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ബാക്കിയുള്ളത്. ആ സമയത്ത് ഒരു രാജി എന്ന് പറയുന്നത് ഒരു സർക്കാരിന് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലിയ വിലയാണ് എന്നതിലും തർക്കമില്ല. എങ്ങോട്ടാണ് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരള രാഷ്ട്രീയത്തെ നയിക്കുന്നത് എന്നുള്ളതാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികളുണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM-ൽ നിന്ന്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, ശ്രീ NP പുഷ്പരാജ്, അദ്ദേഹം PWD-യിലെ റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്, ശ്രീ NP ചെക്കുട്ടി മാധ്യമപ്രവർത്തകൻ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചേരുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ ചാണ്ടി ഉമ്മൻ്റെതായിട്ടുള്ളൊരു പ്രതികരണം നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിനോടുള്ള ചോദ്യം ഇതാണ്. ശ്രീ ചാണ്ടി ഉമ്മൻ, അങ്ങ് ഇന്ന് മാതൃഭൂമി ന്യൂസിനോട് നിങ്ങൾ കൂടി വരൂ, നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റൽ ഒന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അവിടെ ചെല്ലുന്നു, അവിടെ വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്നു. ഈ ചർച്ചയുടെ തുടക്കത്തിൽ അതുമായി ബന്ധപ്പെട്ട അങ്ങ് നടത്തിയ സന്ദർശനവും അതിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതികരണവും എല്ലാം നമുക്ക് ലഭ്യവുമായിരുന്നു. പക്ഷേ വളരെ ഒരു ജനപ്രതിനിധി മാധ്യമങ്ങളുടെ അടക്കം വിളിച്ചു കൊണ്ടുപോയി പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് അത്ര സാധാരണമല്ല നമ്മുടെ നാട്ടിൽ. ഈ പ്രത്യേക സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണത് പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുകയും ചെയ്തത്. സർക്കാരിന്റെ ശ്രദ്ധ അടിയന്തരമായി ഇതിലേക്ക് വേണം എന്നുള്ളതാണോ അതോ രാഷ്ട്രീയമായ കുറ്റപ്പെടുത്തലാണോ എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്താണ് അടിയന്തരമായ ശ്രദ്ധ വേണം എന്ന ഏറ്റവും വലിയ ആവശ്യം മുന്നോട്ട് വെക്കുകയാണോ അങ്ങ്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നം ഇവിടുത്തെ മാത്രം പ്രശ്നമായിട്ട് കണക്കാക്കുന്ന ഒന്നല്ല. കാരണം ഞങ്ങൾ നോക്കിയപ്പോൾ ഇന്ന് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയതിന് ശേഷം എന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചു. അവിടെ ഒന്ന് ചെല്ലണം, അവിടുത്തെ മെൻസ് ഹോസ്റ്റൽ ഇതിനെക്കാട്ടി മോശം അവസ്ഥയിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു, അവിടുത്തെ ഹോസ്റ്റലിൽ ചെല്ലണം. ഗവൺമെൻറ് കോട്ടയം ഹോസ്പിറ്റൽ GH കോട്ടയം, അവിടെ നിന്ന് ആൾക്കാർ പറയുകയാണ് അവിടെ ഒരു സാഹചര്യമുണ്ട്, അവിടെ മതിലിടിഞ്ഞു വീഴാതിരിക്കുകയാണ്, അവിടെ ചെന്നൊന്ന് കാണണം. ഇങ്ങനെ പല സ്ഥലത്ത് നിന്ന് വിളി വരുന്നു. നാട്ടകം കോളേജിൽ നിന്ന് വരെ വിളി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നമ്മളിന്ന് കോളേജിൽ പോയതിൻ്റെ ശേഷം പല സ്ഥലത്ത് നിന്ന് ഇതേപോലെ വിളികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കാണിക്കുന്നത് കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യമാണ്. സർക്കാർ 9 വർഷക്കാലം കൊണ്ട് വലിയ വേൾഡ് ക്ലാസ് ആക്കി എന്ന് പറയുന്ന സാഹചര്യത്തിൽ വേൾഡ് ക്ലാസ് അല്ല എന്നുള്ളത് ഇന്ന് ജനങ്ങൾ പറയുന്ന ഒരു കാഴ്ച കണ്ടു. ഇന്ന് ഞാനൊരു ഹോസ്റ്റലിൽ ചെന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ബീഹാറിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു, കോളേജ് ഇസ് ഗുഡ്, മെഡിക്കൽ കോളേജ് ഇസ് ഗുഡ്, ബട്ട് ഹോസ്റ്റൽ ഇസ് വേഴ്സ് ദാൻ ബീഹാർ. ബീഹാറിനെക്കാട്ടിൽ മോശമായിട്ടുള്ള ഹോസ്റ്റൽ സാഹചര്യമാണ് തങ്ങളുടെ ഈ ഹോസ്റ്റൽ എന്ന് പറയുന്ന സാഹചര്യം. അത് വെറുതെ പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ റൂമിന് ജനലില്ല, അതൊരു തുണി വെച്ച് മറച്ചു വെച്ചിരിക്കുന്നു. അതിലൂടെ പൂച്ച ഇറങ്ങിപ്പോകുന്നത് ഞങ്ങൾ കണ്ടു. അവിടെ ഒരു ചെടി വളർന്നു നിൽക്കുന്നു, അത് ആ റൂമിനകത്തൂടെ. ആ കുട്ടിയുടെ ഹോസ്റ്റലിൻ്റെ മുകളിൽ 2 വലിയ ടാങ്ക് വെള്ളം വെച്ചിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന തരത്തിൽ ഇരിക്കുന്ന 2 ടാങ്ക് വെള്ളം. ആ കുട്ടി പറയുന്നു കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ റൂം ചിലപ്പോൾ കൊലാപ്സ് ആയേക്കാം.
ഇങ്ങനെയുള്ള സാഹചര്യമാണ് കോട്ടയത്ത് മാത്രമല്ല കേരളത്തിലെ വിവിധ ഹോസ്റ്റലുകളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിനെ കണ്ണു തുറക്കണം. മെഡിക്കൽ കോളേജിൻ്റെ അതോറിറ്റീസ് ഇതിനെ നേരിട്ടേ മതിയാകത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതിൽ കണ്ണടയ്ക്കരുത്, നിങ്ങൾ രാഷ്ട്രീയം കാണരുത്, നിങ്ങൾ അതിനകത്ത് ഇടപെടണം. ഇത് വലിയ ഒരു പ്രതിസന്ധി കേരളം നേരിടുകയാണ്. ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ഞങ്ങളും കൂടുതൽ നിൽക്കാം, പ്രതിപക്ഷം കൂടുതൽ നിൽക്കാം. അതിനെ നിങ്ങൾ ലാഘവത്തോടെ കാണരുത് എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ ഉള്ളത്. ശരി, നമ്മൾ മറ്റു അതിഥികളിലേക്ക് പോവുകയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഡോക്ടർ ജിൻഡോ ജോൺ, ഇത് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. ദേശാഭിമാനി പത്രം ഇന്ന് എഴുതിയ എഡിറ്റോറിയലിന്റെ 2ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ്: ഈ സംഭവങ്ങളെ തുടർന്ന് മാധ്യമ പിന്തുണയോടെ അരങ്ങേറുന്ന രാഷ്ട്രീയ നാടകങ്ങൾ ശ്രദ്ധിച്ചാൽ 9 വർഷം മുമ്പ് ഭരണം നഷ്ടപ്പെട്ടത് ഇനിയും അംഗീകരിക്കാൻ കഴിയാത്ത അധികാര ദുർമോഹികളുടെ ഗൂഢശ്രമങ്ങൾ കാണാം എന്നുള്ളതാണ്. മരണവ്യാപാരികളുടെ ആഭാസ നൃത്തമാണോ നിങ്ങളുടെ പ്രതിഷേധങ്ങളിൽ കാണുന്നത്? ഇങ്ങനെ ഒരു മരണമുണ്ടായാൽ അതിന്റെ ബെനഫിറ്റ് എടുക്കുക, അതിന്റെ പേരിൽ സംസ്ഥാനത്ത് ഇത്രയും വലിയ സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാക്കുക എന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണോ? ഈ മരണങ്ങളുടെ ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളത് ദേശാഭിമാനിയുടെ സ്വാനുഭവത്തിൽ നിന്ന് പറയുന്നതായിരിക്കും. അത് കൂത്തുപറമ്പ് രക്തസാക്ഷികളെയൊക്കെ ഒറ്റുകൊടുത്ത റിവാഡ ചന്ദ്രശേഖരനൊക്കെ DGP ആക്കി വെച്ചതിന്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ട് പറയുന്നതായിരിക്കും. ഞങ്ങൾ ഈ വിഷയത്തിൽ കേരളത്തിലെ സാധാരണക്കാരുടെ സമരത്തിനോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നത് ഉത്തരവാദിത്തരഹിതമായിട്ട് പ്രവർത്തിച്ച 2 മന്ത്രിമാർ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ ഇന്നിപ്പോ VN വാസവൻ പറയുന്നത് നമ്മൾ കേട്ടു, മന്ത്രി ഉരുട്ടിയിട്ടതല്ലോ കെട്ടിടമെന്ന്. ഇത്തരത്തിലുള്ള അവജ്ഞാപരമായിട്ടുള്ള ആക്ഷേപകരമായിട്ടുള്ള തമാശകൾ പറയേണ്ട സമയമല്ല ഇത്. മന്ത്രി ഉരുട്ടിയിട്ടതല്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. പക്ഷെ ഉരുണ്ട് വീണതിന് ശേഷം 2 മണിക്കൂറോളം അവിടെ രക്ഷാപ്രവർത്തനം വൈകിയതിൽ VN വാസവനും വീണ ജോർജും എന്ന 2 മന്ത്രിമാർക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. അവരവിടെ വന്നത് രക്ഷാപ്രവർത്തനം നടത്താനോ ആ ഉരുണ്ട് വീണ കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് തെരച്ചിൽ നടത്താനോ അല്ല. പകരം ഈ സർക്കാരിന്റെ PR തള്ളലിന് വേണ്ടിയിട്ടാണ്, കിഫ്ബിയെ കുറിച്ചിട്ട് വാഴ്ത്തുപാടൽ നടത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആ കെട്ടിടത്തിന്റെ അകത്ത് ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനല്ലല്ലോ വന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. സ്വാഭാവികമായിട്ടും ആ കെട്ടിടത്തിനുള്ളിൽ തെരച്ചിൽ നടത്താൻ അവർ മുൻപന്തിയിൽ നിന്ന് തെരച്ചിൽ നടത്തി ആ പെട്ടിരുന്ന ബിന്ദു എന്ന് പറഞ്ഞ വീട്ടമ്മയെ രക്ഷപ്പെടുത്തി, ജീവൻ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കയ്യടി കിട്ടുമായിരുന്നു. അതിനു പകരം അവരവിടെ മൈക്കുകൾക്ക് മുമ്പിൽ, ചാനൽ മൈക്കുകളുടെ മുമ്പിൽ വന്ന് സർക്കാരിന് വേണ്ടി PR വർക്ക് നടത്തിയപ്പോൾ ഒരു പാവം പിടിച്ച വീട്ടമ്മ അതിനകത്ത് ശ്വാസം മുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അല്ലാതെ 9 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി മരിച്ചു എന്ന് പറഞ്ഞ് അന്ന് പിന്നെ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ പറഞ്ഞ് DYFIക്കാരും SFIക്കാരും CPMകാരും സമരം ചെയ്യും. ഉമ്മൻചാണ്ടിയാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടിയാണല്ലോ ആരോഗ്യവകുപ്പ് മന്ത്രി, ഉമ്മൻചാണ്ടിയാണല്ലോ കോട്ടയം ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി, ഉമ്മൻചാണ്ടിയാണല്ലോ PWD വകുപ്പിന്റെ മന്ത്രി. അപ്പൊ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ പറഞ്ഞ് DYFIയും CPM സമരം ചെയ്യട്ടെ. അല്ലാതെ നമ്മൾ എന്താ പറയാ? ഈ സാധാരണ മനുഷ്യർക്ക് സാമാന്യബോധം നഷ്ടപ്പെട്ടു എന്നുള്ള തെറ്റിദ്ധാരണ CPMന്റെ നേതാക്കന്മാർക്കുണ്ട്, പാർട്ടി പത്രത്തിനും പാർട്ടി ചാനലിനുമുണ്ട്. അതുകൊണ്ടാണ് ഇവർ നിരന്തരം പറയുന്നത്. നമ്മൾ ഈ വിഷയത്തിൽ സമരം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസാന ആശ്രയമാണ് കേരളത്തിലെ ആരോഗ്യരംഗം. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണക്കാരുടെയും ആശ്രയമാണ്. അതിലൊന്നും ഒരു സംശയവുമില്ല. സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ, ഇപ്പൊ കോടീശ്വരന്മാരുടേതല്ല എങ്കിൽ പോലും സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന പിഴവുകൾ, അവിടെ ഉണ്ടാകുന്ന വീഴ്ചകൾ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇപ്പോൾ ഇന്ന് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറഞ്ഞു രാജിവെക്കേണ്ടതില്ല. ജില്ലാ സെക്രട്ടറി ആരോഗ്യമന്ത്രിക്ക് പാർട്ടി വലിയ സംരക്ഷണം നൽകും എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഉരുട്ടിയിട്ടതാണോ എന്ന് ചോദിക്കുന്നുണ്ട് മന്ത്രി VN വാസവൻ. ഒരു സംവിധാനത്തിന്റെ തകർച്ച കൊണ്ട്, ആരോഗ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലത്തു നിന്ന് ഉരുട്ടിയിട്ടതല്ലോ എന്ന് ചോദിക്കാൻ കഴിയുന്നത് കുറച്ച് കടന്ന പ്രതികരണമല്ലേ അഡ്വക്കേറ്റ് KS അരുൺകുമാർ? ഞാനതിലേക്ക് വരാം. ഇവിടെ ഈ ചർച്ച തുടങ്ങിയത് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ആണല്ലോ ഈ ചർച്ച തുടങ്ങിയത്. അദ്ദേഹം കോട്ടയം ജില്ലയുടെ ഡെവലപ്മെന്റ് അതോറിറ്റിയിലുള്ള ആളാണ്. അതായത് എല്ലാ MLAമാരും ഉണ്ട്, അവിടെ നിന്നുള്ള മന്ത്രിമാര്, കളക്ടർ എല്ലാമാണ് ഡെവലപ്മെന്റ് ആസൂത്രണ സമിതിയിലുള്ളത്. അതുപോലെ ഈ ഹോസ്പിറ്റലിന്റെ ആസൂത്രണ സമിതിയുണ്ട്, ഈ ഹോസ്പിറ്റലിന്റെ ആസൂത്രണ സമിതിയുണ്ട്. ആ ആസൂത്രണ സമിതിയിലുമുള്ള ആളാണ് അദ്ദേഹം. ഇതുവരെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയം അവിടെ അദ്ദേഹം ഉയർത്തിയിട്ടില്ല. ഇത് മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും കെട്ടിടം മോശമാണെന്നോ ഹോസ്റ്റൽ മോശമാണെന്നോ അത് ഇന്ന കെട്ടിടങ്ങൾ വരണമെന്നോ. ഇപ്പൊ ഈ മരണം വന്നു, ഒരു അപകടം ഉണ്ടായി, ആ അപകടം വന്നപ്പോൾ മുതൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി പോകുന്നു. ഇപ്പൊ ഇന്നലെ പറഞ്ഞു ആദ്യം ഈ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുന്ന കുട്ടി, അമ്മ കൈ കഴുകാൻ പോയി,
എന്നിട്ട് അമ്മയെ കാണാനില്ല എന്ന് എന്നോട് ആദ്യം പറഞ്ഞു, ഞാനത് പറഞ്ഞില്ല ആരോടും എന്ന് പറഞ്ഞു, പിന്നെ അത് മാറ്റി പറഞ്ഞു. അപ്പോൾ ഈ മരണത്തിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന നിരവധി ആളുകളുണ്ട്. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ, നിപ വൈറസ് വന്ന കേരളത്തിലെ എല്ലാവരും മരിച്ചു എന്ന്. ഒന്ന് ആലോചിക്കുക, നിപ വൈറസിൽ രക്ഷപ്പെട്ട നൂറുകണക്കിന് ആളുകൾ ഈ കേരളത്തിലുണ്ട്. അതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്ക് കാണിച്ചത് കേരളമാണെന്ന് പറഞ്ഞു. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിനുള്ള കണക്ക് വരുന്നുണ്ട്. ഇവിടെ മരണം സംഭവിച്ചു, അപകടമുണ്ടായി. അപകടത്തിന്റെ കാരണം എന്താണ്? പുതിയ ബിൽഡിംഗ് അവിടെ വന്നു, ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ചുകൂടെ യന്ത്രസാമഗ്രികൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വരാനുണ്ട്. പഴയ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്തിട്ടില്ല. ഈ സാഹചര്യങ്ങളിൽ താഴെ പൂട്ടിട്ടിരുന്നു, ആരും കയറാതിരിക്കാൻ എല്ലാ വാതിലും പൂട്ടിയിരുന്നു. പക്ഷെ മുകളിൽ ബാത്റൂമിൽ ആരും അറിയാതെ തന്നെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിലൊരു മരണം സംഭവിച്ചു. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇതിൽ മന്ത്രി രാജിവെക്കണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ മന്ത്രി രാജിവെക്കാൻ പോകുന്നൊന്നുമില്ല. മന്ത്രിയുടെ ഒരു വീഴ്ചയോ ഗവൺമെന്റിന്റെ വീഴ്ചയായിട്ട് കാണേണ്ട. UDFന്റെ കാലത്ത് ആകെ 700 കോടി രൂപ കേരളത്തിൽ 5 കൊല്ലം ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തപ്പോൾ ഇവിടെ 8000 കോടി രൂപ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതേ ആരോഗ്യ മേഖലയിൽ കൊടുത്തതും അതിന്റെ ഭാഗമായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കുറവുകളുണ്ടോ? പരിഹരിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും മേഖലയിൽ ഇടപെടേണ്ടതുണ്ടോ? ഇടപെടാം. അതിന്റെ ഭാഗമായി കേരളത്തിൽ മുഴുവൻ കൊലക്കളമാക്കിക്കൊണ്ട് മന്ത്രിയെ തെരുവിൽ തടയും എന്നെല്ലാം പറഞ്ഞിറങ്ങിയാൽ അതിനെ നേരിടുമെന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയും അതുപോലെ അതിൽ പ്രതികരിച്ചവരും എല്ലാം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ, രക്ഷാപ്രവർത്തന മോഡലിലാണോ? അതെന്താ കാത്തിരുന്ന് കണ്ടാൽ മതി. ഇവിടെ നിപ വന്ന എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോഴും തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങളെക്കൂട്ടുള്ള മാധ്യമ പ്രവർത്തകർ തയ്യാറല്ലല്ലോ. സത്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കണ്ടെത്തുകയും സത്യം ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കുകയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ ധർമ്മം. ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ചോദിച്ചോ ഈ നിപയിൽ എല്ലാവരും മരിച്ചു എന്ന് ഒരു പൊതുയോഗത്തിൽ ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട MLA പറയുന്നത് ശരിയാണോ, അത് തെറ്റല്ലേ എന്ന് പറയാൻ നിങ്ങളാരും ആർജവം കാണിക്കുന്നില്ലല്ലോ. ഈ മരണത്തിന്റെ പേരിൽ നമ്മൾ എല്ലാവരും വിഷമമുണ്ട്, ദുഃഖമുണ്ട്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു, ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെയല്ലല്ലോ എന്ന് ചോദിക്കാനുള്ള ബാധ്യതയുണ്ട്. അത് എല്ലാവരുടേതും. ഇനിയിപ്പോ ദേശാഭിമാനി ഇന്നിപ്പോ എഴുതിയിരിക്കുമ്പോൾ പ്രവർത്തകരും മാധ്യമങ്ങളും ചേർന്നുള്ള നെറികെട്ട രീതി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഈ പറയുന്ന ഈ സ്ഥാപനങ്ങൾ, പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കടക്കം അവരുടെയൊക്കെ മാധ്യമപ്രവർത്തകരുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? അവരെങ്കിലും ഒക്കെ കുറഞ്ഞ പക്ഷം ചോദിക്കേണ്ടതായിരുന്നു എന്നുള്ള പക്ഷം തന്നെയാണ് എന്റേതും. അങ്ങനെ ഒരു കണക്കുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടത് തന്നെയായിരുന്നു എന്ന പക്ഷം തന്നെയാണ് എന്റേതും. അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ശ്രീ NP ചെക്കുട്ടി ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു. കേരളത്തിൽ നമ്മൾ കേൾവിയില്ലാത്ത ഒന്നാണ് ഒരു ആശുപത്രി കെട്ടിടം, അതൊരു മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീഴുക, അതിനുള്ളിൽ ഒരു മരണം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അങ്ങനെ പ്രതിഷേധം ഉണ്ടായിട്ടില്ലെങ്കിൽ കേരളമല്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അത് ആഭാസകരമായ പ്രതിഷേധമാണ് എന്ന് പ്രതിരോധിക്കാനുള്ള അവകാശം അതിന്റെ പേരിൽ ആരോപണം കേൾക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവുകയും ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം എടുത്തൊരു ഡോക്ടർ തന്നെ ഉന്നയിച്ചപ്പോൾ അങ്ങനെ ഒരു പരാതി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. മെഡിക്കൽ കോളേജിന്റെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് DME പറഞ്ഞത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പ്രശ്നമുണ്ടായി, അവിടെ അപകടമുണ്ടായ സമയത്ത് അവിടെ മന്ത്രിമാരുണ്ടാകുന്നുണ്ട്. മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ആദ്യ പ്രതികരണം അവിടെ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ലഭിച്ച വിവരമാണ് എന്നുള്ളതാണ് അത് പറയുന്നത്. അവർക്ക് ലഭിക്കുന്ന വിവരം ആധികാരികമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി അങ്ങനെ ആധികാരികമായിട്ടല്ല എങ്കിൽ അവിടെ പൂട്ടിയിട്ടിരിക്കുന്നതാണ്, അവിടെ ആളുകൾ കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ കൃത്യമായ, അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് അടക്കമുള്ളവരുണ്ട്. മെഡിക്കൽ കോളേജിൽ ആശാസ്യമായതോ അനാശാസ്യമായതോ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നതോ ഈ അതിക്രമിച്ചു കയറുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ചെറുക്കാനുള്ള സംവിധാനം കൂടി അവിടെയുണ്ട്. അപ്പൊ ഇതൊന്നും അറിയാത്തൊരു സംവിധാനം മുകളിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ അറിയുന്നില്ല എങ്കിൽ അതിനുള്ള മറുപടി പറയണം എന്ന് മറ്റുള്ളവർ പറയുക, പ്രത്യേകിച്ചും പ്രതിപക്ഷം പറയുക എന്ന് പറയുന്നത് സ്വാഭാവികമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ സർക്കാർ ആശുപത്രികൾ ജനങ്ങളുടെ പണം കൊണ്ട്, നികുതി പണം കൊണ്ട് നടത്തുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നികുതി നൽകുന്ന ജനങ്ങളാണുള്ളത്. അവർക്ക് സർക്കാരിനെ പറ്റി, സർക്കാർ സംവിധാനം ചലിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ചലിക്കാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ആ ജനങ്ങളുടെ ആ അഭിപ്രായങ്ങളാണ് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ, പ്രതിപക്ഷമായാലും ശരി മാധ്യമങ്ങളായാലും ശരി, വളരെ കൃത്യമായിട്ട് അത് പറയുന്നത് പിന്നെ മറ്റ് ദുസ്സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവരെ എന്താ പറയുക വളരെ മോശമായി ചിത്രീകരിക്കുന്നത് വഴി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. ജനാധിപത്യത്തിനകത്ത് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്, പൊതുപ്രവർത്തകർക്കുണ്ട്,
സാധാരണ ജനങ്ങൾക്കുണ്ട്. ഇവിടെയുള്ള പ്രശ്നം എന്താണ്? ഇവിടെയുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ ആരോഗ്യ വകുപ്പ് പോലുള്ള വകുപ്പുകൾ നിങ്ങൾ നോക്കൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ VM സുധീരൻ മുതൽ KK ശൈലജ വരെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ആരോഗ്യ വകുപ്പ് പൊതുവിൽ കേരളത്തിൽ ഭരിച്ചു വന്നിട്ടുള്ളത്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഇത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. നമ്മുടെ വിദ്യാഭ്യാസമായാലും ശരി, ആരോഗ്യമായാലും ശരി, അത്തരം മേഖലകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അഭിമാന സ്തംഭങ്ങളാണ്. മാത്രമല്ല കേരളം വരെ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സ്ഥലത്ത് ആരോഗ്യരംഗത്ത് വളരെ സൂക്ഷ്മമായി ശ്രദ്ധ നടത്തിയിട്ടില്ലെങ്കിൽ വലിയ ആപത്തുകളുണ്ടാകും. അതുകൊണ്ടൊക്കെ തന്നെ എല്ലായ്പ്പോഴും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ നൽകുന്ന കേന്ദ്രങ്ങളിലൊന്ന് ആരോഗ്യവകുപ്പാണ്. ഇപ്പം എന്താ ഉണ്ടായത്? ഇത്തവണ യഥാർത്ഥത്തിൽ ഒരു പരിചയമില്ലാത്ത ഒരു മന്ത്രിയാണ് വെച്ചത്. അവർക്ക് ആ ഭരണപരമായ പരിചയമില്ല, ആരോഗ്യവകുപ്പിനെ കുറിച്ച് പ്രത്യേക പരിചയമില്ല, മാധ്യമപ്രവർത്തനം കൊണ്ട് എല്ലാ ലോകകാര്യങ്ങളൊക്കെ അറിയാമെന്നല്ലാതെ ഭരണപരമായിട്ടുള്ള പരിചയമില്ലാത്ത ഒരാളെ അവിടെ വച്ചത് തന്നെ ശരിയല്ല. രണ്ടാമത് ഈ വിഷയത്തിനകത്ത് അവരുടെ ഇടപെട്ട രീതി ഉണ്ടല്ലോ, ആ ഇടപെട്ട രീതിയും അത് അവരുടെ പ്രതികരണവും അവർക്ക് എങ്ങനെയാണ് അറിയാൻ അതിനകത്ത് ആരുമില്ല എന്ന്? അത് നോക്കിയതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു കെട്ടിടം വീണ് കഴിഞ്ഞാൽ കെട്ടിടത്തിനകത്ത് ആരുമില്ല, പട്ടിയോ പൂച്ചയോ ഉണ്ടാവും എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഉത്തരവാദിത്തമുള്ള ആളുകൾ അതിനകത്ത് പരിശോധിച്ചതിന് ശേഷം ഇല്ല എന്ന് ഉറപ്പിക്കാം. അങ്ങനെയല്ലാതെ ആളുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് ചാടി കയറിയിട്ട് ആളില്ല എന്ന് പറയുന്നതൊക്കെ തീർത്തും എന്താ പറയുക തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്, ഉത്തരവാദിത്ത രാഹിത്യമാണ്, സൂക്ഷ്മത കുറവാണ്. കാരണം ആശുപത്രി സൂപ്രണ്ട് അത്തരത്തിലുള്ള വിവരമാണ് ലഭ്യമാക്കിയിരുന്നത്. അത് അദ്ദേഹം തന്നെ ഏറ്റുപറയുകയും ചെയ്യുകയാണ് പിന്നീട്. കാരണം അദ്ദേഹത്തിന് വേറെ നിവൃത്തിയില്ല, അങ്ങനെ പറയുക മാത്രമേ വഴിയുള്ളൂ. പക്ഷെ അപ്പോഴും അതിനുശേഷവും അതൊരു തെറ്റായ വിവരമായിരുന്നു, അത് പങ്കുവെക്കാൻ പാടില്ലാത്തതായിരുന്നു, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായത് എന്നുള്ളത് പരിശോധിക്കും എന്നൊന്നുമില്ല. അല്ല, അത് പറയേണ്ടത് ആരാണ്? മന്ത്രിയാണോ? മന്ത്രി അവിടെ പോയി നോക്കിയിട്ടുണ്ടോ? മന്ത്രി അവിടെ പോയി നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് മന്ത്രി പറയാം. അല്ലെങ്കിൽ അത് പറയേണ്ട ആള് സൂപ്രണ്ടാണ്, സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ആളുകളാണ്. അല്ലാണ്ട് മന്ത്രി അവിടുത്തെ സൂപ്രണ്ട് അല്ലല്ലോ, മന്ത്രി അവിടെ സെക്യൂരിറ്റി ഗാർഡ് അല്ലല്ലോ. മന്ത്രിയെ സംബന്ധിച്ച നയപരമായ കാര്യങ്ങൾ, ഭരണപരമായ കാര്യങ്ങളിലല്ല അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ ഇടപെടേണ്ട കാര്യത്തോ ഉള്ളത്. മന്ത്രിയുടെ ചുമതല എന്താണ്? യഥാർത്ഥത്തിൽ മന്ത്രി എന്ന് പറയുന്ന ആള് പിന്നെ അവിടെ പോയിട്ട് കെട്ടിടത്തിനകത്ത് പോയിട്ട് ഒളിഞ്ഞു നോക്കിയിട്ട് അതിനകത്ത് വല്ലതും ഉണ്ടോ നോക്കാനാണോ മന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? മന്ത്രിയാണോ ഇത്തരം കാര്യങ്ങൾ? യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ചുമതലയുണ്ട്. ഭരണപരമായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്തങ്ങളാരും അവരെല്ലാം ചെയ്യണം. അത് അല്ലെങ്കിൽ പറയാം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ എന്താ പറയുക, ഒരു തരത്തിലുള്ള പരിചയക്കുറവ്, ഒരു തരത്തിലുള്ള സൂക്ഷ്മത കുറവ് കൃത്യമായിട്ട് ഈ മന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ട്, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതിഷേധിക്കും, ജനങ്ങൾ ശക്തമായിട്ട് റിയാക്ട് ചെയ്യും. ആ റിയാക്ഷൻ അവർ വിളിച്ചു വരുത്തിയതാണ്. കാരണം അവർ ഈ കാര്യത്തിൽ ഇടപെട്ട രീതി പൊതുവിൽ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന്, ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന്, എക്സ്പീരിയൻസ് ഉള്ള ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആ തരത്തിലല്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, പൊതുനേതാക്കൾ കാര്യങ്ങളോട് ഇടപെട്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഇത്ര കടുത്ത ഒരു പ്രതിഷേധം കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്ര ആക്സിഡൻസ് ഒക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര കടുത്ത പ്രതിഷേധം വരാൻ കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ആ ഒരു നയ വൈകല്യമാണ്, ഒരു തരത്തിലുള്ള സൂക്ഷ്മത കുറവാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയുമില്ല എന്ന മട്ടിലുള്ള, അതാണ് പ്രധാനപ്പെട്ട ജനജീവിതത്തിന്, സാധാരണ മനുഷ്യരുടെ ജീവന് ഒരു വിലയും അവർ കൽപ്പിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കുന്ന വിധമുള്ള പ്രതികരണങ്ങളാണ് വന്നത്. അതിന്റെ പ്രതികരണമാണ് ഇപ്പൊ നാട്ടുകാർ കാണിക്കുന്നത്. അവർ വിളിച്ചു വരുത്തിയൊരു പ്രതികരണമാണ്. ശരി, ശ്രീ പുഷ്പരാജ്, ഇപ്പോ ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ ഈ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതിന്റെ ഉത്തരവാദിത്തം അത് നിർവഹിക്കപ്പെടുന്നതിന്റെ കാലതാമസമാണ് ഇത്രയും വലിയ പ്രശ്നമുണ്ട്. 2013 ഫിറ്റ്നസ് ഇല്ല എന്ന് പറയുന്ന ഒരു കെട്ടിടം 2025 വരെ എങ്ങനെയാണ് ഒരു പൊതുമേഖലയുടെ ഭാഗമായി നിലനിൽക്കുക? അത് പൊളിച്ചു മാറ്റേണ്ടത് ആരുടെ ചുമതലയാണ്? പല ഏജൻസികൾ, പല സമിതികൾ, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാൻ ഉണ്ട്. എന്നിരുന്നാൽ പോലും അത് ആരുടെ ചുമതലയാണ്? പ്രധാനമായിട്ടും ഈ പ്രശ്നത്തിൽ 3 അപാകതകളാണ് ഞാൻ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണത്തിലുള്ള അപാകത. നമ്മൾ കണ്ട വിഷ്വൽസിലെല്ലാം ആ സ്ലാബിലെ കമ്പികൾ തെളിഞ്ഞു നിൽക്കുന്ന കണ്ടു കാണും. അത് ഏറ്റവും പ്രധാനമായി വരാൻ കാരണം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമായ കോൺക്രീറ്റിന് കവർ കൊടുക്കാത്തതുകൊണ്ടാണ്. കവർ കൊടുക്കാത്തതുകൊണ്ട് തന്നെ കമ്പി തുരുമ്പിക്കുകയും അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ വോളിയം വളരെ അധികം കൂടുകയും അതിനോട് ചേർന്ന് നിൽക്കുന്ന കോൺക്രീറ്റിനെയും പ്ലാസ്റ്റിക്കിനെയും തള്ളി ദൂരെ എറിയും. അങ്ങനൊരു അപാകത അവിടെ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപാകത അതല്ല. അവിടെ വന്നിരിക്കുന്നത് ഇതൊരു 3 നില കെട്ടിടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 3 നില കെട്ടിടം ചെയ്യുമ്പോൾ സാധാരണ കോളം ബീം കൺസ്ട്രക്ഷൻ ആണ് ചെയ്യാറുള്ളത്.
ഇത് സാധാരണ ഇഷ്ടിക വെച്ചാണ് കെട്ടിയിരിക്കുന്നത്. ആ ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ ഭാഗം ഇഷ്ടിക വെച്ചാണ് കെട്ടിയിരിക്കുന്നത്. അത് തുടർച്ചയായി നനഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബലക്ഷയം ഉണ്ടാവുകയും തകരുകയും ചെയ്യും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ്, യാതൊരു സംശയമില്ല. മൂന്നാമത്തെ അപാകത എന്ന് പറയുന്നത് ഇത് അൺഫിറ്റായിട്ട് PWD പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റായിട്ട് 100% ആരും കടക്കാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രശ്നം. നാലാമത് താങ്കൾ ചോദിച്ച പ്രശ്നം, അത് തീരുമാനം ഹോസ്പിറ്റൽ അതോറിറ്റീസ് എടുത്തിട്ട് PWDക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനായിട്ടുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കും. ഹോസ്പിറ്റൽ അതോറിറ്റീസ് അത് പൊളിച്ചു മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. അത് സംബന്ധിച്ചുള്ള വിശദീകരണവും നൽകേണ്ടത് ആശുപത്രി സൂപ്രണ്ടും മറ്റുള്ളവരുമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം വൈകിയില്ല തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ലേഖനം എഴുത്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്നിട്ടുമില്ല എന്ന് തോന്നുന്നു. ഡോക്ടർ ജിൻഡോ ജോൺ, പക്ഷേ ഡോക്ടർ ജിൻഡോ ജോൺ, ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഇപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് KS അരുൺകുമാർ പറഞ്ഞതുപോലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതിഷേധങ്ങൾക്കൊരു രാഷ്ട്രീയ സ്വഭാവമുണ്ട്. സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുമ്പോൾ അതുണ്ടാകും. പക്ഷേ ഇന്ന് നടന്ന പ്രതിഷേധത്തിൽ ആരോഗ്യമന്ത്രിയുടെ മുഖംമൂടി വെച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയ സ്ത്രീ കുഴഞ്ഞു വീഴുന്നതൊക്കെ ആവിഷ്കരിക്കുക. ഇന്ന് കോൺഗ്രസിൻ്റേത് എന്ന് അവകാശപ്പെടുന്ന പല ഹാൻഡിലുകൾ മുഖ്യമന്ത്രി അടക്കം വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോയതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരാമർശങ്ങൾ, അതിലുണ്ടാകുന്ന അനൗചിത്യമുണ്ടല്ലോ. നമ്മൾ വ്യക്തികൾക്കെതിരായി അല്ലല്ലോ പ്രതിഷേധിക്കേണ്ടത്, സംവിധാനത്തിനെതിരെയല്ലേ. ആ മര്യാദാ ലംഘനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മാധു, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. ഇവിടെ അരുൺകുമാർ പറഞ്ഞ 1-2 കാര്യമുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിനകത്ത് വാർഡുകൾ പ്രവർത്തിച്ചിരുന്നില്ല. പക്ഷെ അവിടെ താമസിച്ചിരുന്ന രോഗികളായിട്ടുള്ളവർ, അവരുടെ കൂട്ടിരിപ്പുകാർ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവർ എല്ലാവരും പറയുന്നു അവിടെ വാർഡുകൾ പ്രവർത്തിച്ചിരുന്നു, ആ ശുചിമുറി ആളുകൾ ഉപയോഗിച്ചിരുന്നു. ഇത്രയും ദിവസമായിട്ട് വീണ്ടും അരുൺകുമാറിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധി വീണ്ടും കള്ളം പറയുന്നത് വല്ലാത്ത മോശമായ ഒരു നിലപാടാണ്. രണ്ടാമത്തത്, അദ്ദേഹം പറയുന്നത് മന്ത്രിയുടെ വീഴ്ച ഗവൺമെന്റിന്റെ വീഴ്ചയല്ല. അദ്ദേഹത്തിന്റെ വാചകമാണ്. മന്ത്രിയുടെ വീഴ്ച ഗവൺമെന്റിന്റെ വീഴ്ചയല്ലെങ്കിൽ പിന്നെ ആ മന്ത്രിയെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മന്ത്രിസഭയിൽ വെച്ചിരിക്കുന്നത്? ആ മന്ത്രി വെറുതെ അങ്ങ് വന്ന് മന്ത്രിയായതല്ല, സെക്രട്ടറിയിലേക്ക് നടന്നു വന്നപ്പോൾ മന്ത്രിയായതല്ല. അവർ നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് മത്സരിച്ച് ജയിച്ച് അതിനുശേഷം നിങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ട് അവർ ഒരുപാട് പരിചയക്കുറവുള്ള ഒരാളായിട്ട് പോലും അവർക്ക് നിങ്ങൾ മന്ത്രിസ്ഥാനം കൊടുത്താണ് അല്ലേ? അപ്പോൾ അത് മന്ത്രി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സർക്കാരിന്റെയും നിങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അവർക്കൊരു വീഴ്ച വന്നാൽ അത് പാർട്ടിയുടെ കൂടി ഉത്തരവാദിത്തമാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. അല്ല, അതുകൊണ്ടാണല്ലോ പാർട്ടി പ്രതിരോധിക്കുമെന്ന് ഇന്ന് പത്തനംതിട്ട ഘടകവും പത്തനംതിട്ട സെക്രട്ടറിയും ഒക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടി മന്ത്രിയെ പ്രതിരോധിക്കുമെന്നുള്ളത് തന്നെയാണ് ഒരു സംശയത്തിനും ഇട നൽകാതെ വ്യക്തമാക്കിയിട്ടുള്ളത്. മന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയല്ലേ VN വാസവന് ഉരുട്ടിയിട്ടതാണോ എന്ന് ചോദിക്കുന്നത്? അല്ല, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അടുത്തത് ഇവർ പറയുന്നത് സമരത്തെ നേരിടുന്നു. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തി? നവകേരള സദസ്സ് നടത്താൻ മുഖ്യമന്ത്രി 1,05,00,000 ആഡംബര വാഹനത്തിൽ പോയപ്പോൾ സമരം ചെയ്ത ആളുകളുടെ തലയടിച്ചു പൊട്ടിച്ച രക്ഷാപ്രവർത്തനം നടത്തും. അങ്ങനെയാണ് ഇവർ രക്ഷാപ്രവർത്തനം നടത്തി മന്ത്രിക്ക് പരിചയമായിട്ട് നിന്ന് മന്ത്രിയെ പ്രതിരോധിക്കുമെന്ന് പറയുന്നത്. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു 4/1 വേണ്ട ഒരു 100/1 ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ബിന്ദു എന്ന ഒരു പാവം പിടിച്ച വീട്ടമ്മ ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ ഉള്ളിൽ 2 മണിക്കൂറോളം പെട്ട് കിടന്ന് മരിക്കില്ലായിരുന്നല്ലോ. നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തേണ്ട കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവനാണ് രക്ഷിക്കേണ്ടത്. സമരം ചെയ്യുന്നവരുടെ തലയടിച്ചു പൊട്ടിച്ചുള്ള രക്ഷാപ്രവർത്തനം ഇനിയും നടത്തുന്നു എന്നൊക്കെ പറയുന്നത് എന്തൊരു നാണം കെട്ട അവസ്ഥയാണ്. നിങ്ങൾ എത്ര പേരെ രക്ഷാപ്രവർത്തനം നടത്തും? സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ്സുകാരുടെ, KSUക്കാരുടെ അല്ലെങ്കിൽ യൂത്ത് ലീഗുകാരുടെ, പ്രതിപക്ഷത്തിന്റെ തലയടിച്ചു പൊട്ടിക്കുമായിരിക്കും. നിങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന നിങ്ങളുടെ പാർട്ടിക്കാരായിട്ടുള്ള, നിങ്ങളുടെ പാർട്ടിയുടെ അനുഭാവികളും അണികളുമായിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തും? നിങ്ങൾ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് ആശുപത്രിയിൽ മരുന്ന് കൊടുത്തും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പ്രൊവൈഡ് ചെയ്തും വേണ്ട ചികിത്സ ഉറപ്പ് കൊടുത്തുമാണ്. അടുത്തത് നിങ്ങൾ പറയുന്നത് നികുതി, നിങ്ങൾ പറയുന്ന മന്ത്രി രക്ഷാപ്രവർത്തനം. ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾ പ്രതിഷേധിക്കുന്നതിനെ കുറിച്ചാണ് അരുൺകുമാറിന്റെ അടുത്ത പ്രശ്നം. ഞങ്ങൾ പ്രതിഷേധിക്കും അരുൺകുമാറെ, കാരണം ഞങ്ങൾ നികുതി കൊടുക്കുന്നതാണ്. ഞങ്ങൾ നികുതി കൊടുക്കുന്നതിൽ നിന്ന് ശമ്പളം വാങ്ങുന്നതാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജും വാസവൻ അടക്കമുള്ള മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ നികുതി വേണ്ടെന്ന് നിങ്ങൾ പറയാറില്ലല്ലോ. കോൺഗ്രസ്സുകാരുടെ നികുതി, UDFകാരുടെ നികുതി വേണ്ട, ഞങ്ങൾ CPMകാരുടെ മാത്രം നികുതി പണത്തിൽ നിന്നാണ് ശമ്പളം പറ്റുന്നതെന്ന് ഇവരാരെങ്കിലും പറയുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ രാജ്യത്തെ പ്രതിപക്ഷമായിരിക്കുമ്പോൾ, ഞങ്ങൾ ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷമായിരിക്കുമ്പോൾ ഞങ്ങൾ ഉത്തരവാദിത്തത്തോടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്ത് സമരം ചെയ്യും.
ചെയ്യും. അതിനെ നിങ്ങൾ അടിച്ചമർത്താൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് അടിച്ചമർത്തും, നമുക്ക് നോക്കാമല്ലോ. നമ്മളെ കോൺഗ്രസ്സുകാരെ യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചമർത്താനല്ല നോക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ നടത്തേണ്ട പ്രവർത്തനം സാധാരണ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത്. ഞങ്ങൾ വീണ ജോർജിനെ വാഴ്ത്തിപ്പാടാനുള്ള പണിയല്ല ഞങ്ങളുടെ. വീണ ജോർജിനെ വാഴ്ത്തലല്ല ഞങ്ങളുടെ പണി. വീണ ജോർജിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചാൽ അതിനെതിരെ സമരം ചെയ്യില്ല ഞങ്ങളുടെ പണിയുടെ ഭാഗമാണ്. ഞങ്ങൾ സമരം ചെയ്യണ്ടേ? ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു പണി, ഞങ്ങളുടെ ജോലിക്കാരാണ് കേരളത്തിലെ മന്ത്രിമാർ. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം മുഴുവൻ മന്ത്രിമാരും നമ്മൾ ഓരോരുത്തരുടെയും ജോലിക്കാരാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ആ ജോലിക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ശമ്പളം കൊടുക്കുന്ന ആളുകളായിട്ടുള്ള നമ്മൾ ചോദിക്കണം. അങ്ങനെ ചോദിക്കാൻ യൂത്ത് കോൺഗ്രസിനും അരുൺകുമാറോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം തന്നെ അത് തന്നെയായിരുന്നു, സമരം നടത്തില്ലേ എന്നുള്ളത്. പക്ഷെ അങ്ങനെ സമരം നടത്തുമ്പോൾ മര്യാദാലംഘനം ഉണ്ടാകാൻ പാടില്ലല്ലോ, പ്രതികരണം നടത്തുമ്പോൾ മര്യാദാലംഘനം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഡോക്ടർ ജിൻഡോ ജോൺ. തീർച്ചയായിട്ടും മാധു പറഞ്ഞത് 100% ശരിയാണ്. മര്യാദ ലംഘനം ഉണ്ടാകാൻ പാടില്ല. പണ്ട് അവർ മര്യാദ ലംഘിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ മര്യാദ ലംഘിക്കാം എന്നുള്ള ഒരു വാദവും എനിക്കില്ല. പണ്ട് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ എത്രയോ മര്യാദപൂർവ്വമാണ് കേരളത്തിൽ CPM സമരം ചെയ്തതെന്നുള്ള പഴയ ചരിത്രം കൈരളി ടിവിയുടെയും ദേശാഭിമാനിയുടെയും വിഷ്വൽസ് മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. പക്ഷെ അവരന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് അങ്ങനെ ചെയ്യാമെന്നുള്ള വാദം എനിക്കില്ല. പക്ഷെ എന്ത് മര്യാദ ലംഘനം നടത്തിയത്? നമ്മൾ കുറെ കാലം മുമ്പ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ കേരളത്തിൽ ചർച്ചയായപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വോയിസ് റെസ്റ്റാണെന്നും പറഞ്ഞിട്ട് അദ്ദേഹം നിയമസഭയെ അഡ്രസ് ചെയ്യാതെ മാറി നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യക്ഷപ്പെടുന്ന എപ്പോഴാ ഹി എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്ത് ചോദ്യങ്ങൾക്കും ചിരിച്ചുകൊണ്ട് ചിരി മാത്രം മറുപടി നൽകുന്ന ഒരു വാർത്താ സമ്മേളനം നടത്തി, അല്ലെ? മാധുവിന് ഓർമ്മയില്ലേ? അപ്പൊ ഇത്തരം ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ മന്ത്രിമാർക്ക് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ പരിഹസിക്കുകയും കൂടി ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഈ സാമാന്യ ബോധമുള്ള മനുഷ്യർ സാധാരണക്കാരല്ലേ? യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വലിയ വിശുദ്ധരെന്ന് കാണല്ലേ? ഞങ്ങളൊന്നും വിശുദ്ധരൊന്നല്ല, ഞങ്ങൾ സാധാരണ മനുഷ്യരാ. ഞങ്ങൾ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരൊക്കെ സാധാരണ മനുഷ്യരാ. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ മരുന്ന് മേടിക്കുന്ന ആരോഗ്യത്തെ പരിഹസിച്ചുകൊണ്ടായിരിക്കരുത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളത് ജനാധിപത്യം ആവശ്യപ്പെടുന്ന മിനിമം ജനാധിപത്യം മര്യാദയാണ്. അത് ലംഘിക്കുമ്പോൾ ചോദിക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വമാണ്. മാധു മാധു അത് ചോദിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കുറച്ചു കാലം മുമ്പാണ് പറഞ്ഞത് അതിസമ്പന്നർ പോലും ചികിത്സിക്കാൻ കൊതി കാണിക്കുന്ന കേരളത്തിലെ ആരോഗ്യ രംഗമെന്ന്. അങ്ങനെയുള്ള മുഖ്യമന്ത്രി കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ ആ മരണപ്പെട്ട വീട്ടമ്മയുടെ വീട്ടിൽ പോകാതെ ആ 4-5 കിലോമീറ്റർ അപ്പുറത്ത് മന്ത്രിസഭാ യോഗം നടന്നിട്ട് പോലും അവരെ ഒന്ന് സന്ദർശിക്കാതെ അല്ലെങ്കിൽ ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാതെ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് പോയതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ ലോകത്തിലെ അമേരിക്കയിൽ നിന്നുള്ള അടക്കമുള്ള ആളുകൾ കേരളത്തിൽ ചികിത്സയ്ക്ക് വരാൻ വേണ്ടി കൊതിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ PR തള്ളൽ നടത്തുമ്പോൾ ഇങ്ങനത്തെ പണി കൂടി അതിന്റെ തൊട്ടടുത്ത സമയത്ത് തന്നെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ചോദിക്കും അതിന് നിങ്ങൾ ജനാധിപത്യ കുറവുണ്ടെന്ന് തോന്നിയാൽ അങ്ങനെ ആയിക്കോട്ടെ. മാത്രമല്ല കോൺഗ്രസിന്റെ സമര രീതികളിലെ ഈ രീതി എന്നുള്ളതല്ല നമ്മുടെ ചർച്ചാ വിഷയം. ഞാനത് ചോദിച്ചു എന്നേ ഉള്ളൂ. പിന്നെ മുഖ്യമന്ത്രിയുടെ ചികിത്സ ഇത് ആദ്യഘട്ടമല്ല. അദ്ദേഹം അവിടെ തന്നെയാണ് ചികിത്സ തുടർന്നിരുന്നത്. അതിന്റെ സമയത്ത് അദ്ദേഹത്തിന് പോകാതിരിക്കാൻ കഴിയുകയുമില്ല. അത് ആ വഴിക്ക് അതിനെ മാന്യമായി അഡ്രസ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇടവേള. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇപ്പോ ആരോഗ്യമന്ത്രിയുടെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല, അതിനു മുൻപ് ആ രാജി ആവശ്യം വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇന്ന് അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയം മുതൽ ഇങ്ങോട്ട് നമ്മൾ ശ്രദ്ധയിൽ വരുത്തുന്ന പല കാര്യങ്ങൾ, നേരത്തെ ചാണ്ടി ഉമ്മൻ ചില മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് നേരിട്ട് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞ കാര്യം പറഞ്ഞു. അത് മുഖവിലേക്ക് എടുക്കേണ്ട, കാരണം രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ പലതും പറയും എന്നുള്ളതായിരിക്കുമല്ലോ നമ്മൾ സാധാരണ അതിനെ പ്രതിരോധിക്കാൻ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ കേരളത്തിലെ പല മാധ്യമങ്ങൾ, മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെ മലപ്പുറം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട്, കാസർഗോഡ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട്, ചിറ്റൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒക്കെ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട അപര്യാപ്തത നിരന്തരം അതിനുശേഷം വാർത്തകളായി നൽകിയിട്ടുണ്ട്. അതൊരു വലിയ അജണ്ടയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയുകയുമാകാം. പക്ഷെ യാഥാർത്ഥ്യം എന്നുള്ളത് ദൃശ്യങ്ങളുടെ അടക്കം സഹായത്തോടെ ഇപ്പോൾ ഈ മെൻസ് ഹോസ്റ്റലിന്റെ കാര്യം തന്നെ 2-3 ദിവസമായി വിദ്യാർത്ഥികൾ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രതികരണം അടക്കം മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് രാവിലത്തേക്ക് ആ വാർത്ത മാറ്റിവെക്കുന്നത്. കാരണം അവരുടെ പ്രതികരണം അടക്കം കൊടുത്തില്ലെങ്കിൽ അതും അജണ്ട എന്ന നിലക്കായിരിക്കും പരിഗണിക്കപ്പെടുക. ഈ മുഴുവൻ കാര്യങ്ങളെയും അജണ്ട എന്ന് തമസ്കരിക്കാൻ കഴിയുമോ? എനിക്ക് ഇച്ചിരി സമയം വേണം. കാരണം ഇതിൽ വ്യാജ വാർത്തകളും നുണ പ്രസ്താവനകളുമായിട്ട് ഇതിൽ മറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കണമല്ലോ. ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് 2 പേജ് അയച്ചിട്ടുണ്ട്. അത് 1.5 മാസം മുമ്പ് 30/5/2025 2 മന്ത്രിമാർ പങ്കെടുത്ത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഡെവലപ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നാണ്. താങ്കളത് വായിക്കണം.
കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ വികസന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 30/5/2025 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് കോൺഫറൻസ് ഹാളിൽ വച്ച് സഹകരണ ദേവസ്വം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി നടത്തിയ യോഗത്തിന്റെ നടപടിക്രമങ്ങൾ എന്നതാണ്. അതിൽ ആദ്യത്തെ പേജ് തുടർന്ന് യോഗത്തിൽ ചുവടെ പറയുന്ന തീരുമാനങ്ങൾ എടുത്തു എന്നതാണ്. അതിലൊന്ന്, EFG ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളും എത്രയും വേഗം പുതുതായി പണികഴിപ്പിച്ച സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റുക. അതോടൊപ്പം തന്നെ 2, സർജിക്കൽ ബ്ലോക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ പൂർത്തിയാകുന്ന ഇടങ്ങളിലേക്ക് അതതു വിഭാഗങ്ങൾ മാറ്റുക. 3, EFG ബ്ലോക്ക് പൊളിച്ചു മാറ്റുന്നതിനുള്ള രേഖകൾ PWD എത്രയും വേഗം തയ്യാറാക്കി നൽകുകയും അതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുക. അങ്ങ് മനസ്സിലാക്കണം, മെയ് മാസം 30 യോഗം ചേർന്ന് 2 മന്ത്രിമാർ ഇവിടുന്ന് എല്ലാം ഷിഫ്റ്റ് ചെയ്യണം, പുതിയ ബ്ലോക്കിൽ പണി പൂർത്തിയാകാൻ കാത്തുകണ്ട, പൂർത്തിയായിടത്തേക്ക് മാറ്റുക, ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടതാണ്. എന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്നത് ഇപ്പൊ കളക്ടർ അന്വേഷിക്കുകയാണ്. ഈ തീരുമാനമെടുത്ത മന്ത്രിമാരെയാണ് ഇവിടെ കോൺഗ്രസും BJPയും നിരീക്ഷകന്മാരും. അങ്ങ് പറഞ്ഞു വരുന്നത് PWD വകുപ്പിന്റെ പോരായ്മ. മര്യാദ കാണിക്കും. ഞാൻ പറയട്ടെ, അത് ഞാൻ പറയട്ടെ കൃത്യമായി, അത് പരിശോധിക്കട്ടെ. ഈ ഉത്തരവ് എടുത്ത മന്ത്രി ഈ ഉത്തരവെടുക്കാൻ ഉടൻ പൊളിച്ചു മാറ്റണമെന്നും ഉടൻ ഷിഫ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ മന്ത്രി, ആ മന്ത്രിയുടെയാണ് കോലം കെട്ടി പല രൂപത്തിൽ ചിത്രീകരിച്ച് ഈ റോട്ടിലൂടെ മുഴുവൻ ആക്ഷേപിച്ച്. താങ്കൾ ചോദിച്ചല്ലോ ഒരു വനിതയെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, ശ്രീ AKG മരണശയ്യയിൽ കിടക്കുമ്പോൾ കാലം വന്ന് വിളിച്ചിട്ടും എന്തിയെ ഗോപാല പോകാത്തത് എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ, ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചവരാ ഇവർ ഇതിലും വലുത് വിളിക്കും, വലുത് ആക്ഷേപിക്കും. കാരണം ഈ ഒരു മിനിറ്റ്സ് കൃത്യമായി ജനങ്ങൾ അറിയണം. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ ഈ മന്ത്രിമാർ ഹംസയായിരുന്നില്ലേ അങ്ങനെ പറഞ്ഞത്? ഒന്ന് മര്യാദ കാണിക്കും മിസ്റ്റർ. ഞാൻ 1 മിനിറ്റ് പറയുമ്പോഴേക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ടെന്താ? പിന്നെ എന്തിനാ ചർച്ചയ്ക്ക് വിളിക്കണേ? താങ്കൾ പറഞ്ഞ തെറ്റ് ഞാൻ പറയാം. ഈ മന്ത്രി എന്തു പറഞ്ഞു എന്നാ താങ്കൾ പറഞ്ഞേ? മന്ത്രി പറഞ്ഞ വാചകം ഞാൻ പറയാം. JCB കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് പരിശോധന നടത്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ശ്രീ വാസവൻ പറഞ്ഞത്. ഇവിടെ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു എന്ന് ശ്രീ വാസവൻ പറഞ്ഞോ? മന്ത്രി പറഞ്ഞത്. രണ്ടാമത്തെ മന്ത്രി, മറ്റാരും ഇവിടെ ഉള്ളതായി നിലവിൽ അറിവില്ല, മറ്റു മെഷീനുകൾ കൂടി എത്തി പരിശോധന നടത്തിയിട്ട് പറയാം എന്നാണ് പറഞ്ഞത്. ഇത് അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊടുത്ത വിവരമാണ് മന്ത്രിമാർ പറഞ്ഞത്. ഈ മന്ത്രിമാരൊന്നും ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയും പറഞ്ഞില്ല, ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളെയും വൈകിപ്പിച്ചില്ല. ചില മാധ്യമങ്ങൾ ആ നിമിഷം മുതൽ നടത്തുന്ന ആരോപണം ഏറ്റുപിടിച്ച് കോൺഗ്രസും BJPയും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തുക. പിന്നെ ഇവിടെ ഒരു നിരീക്ഷകൻ പറയുന്നുണ്ടല്ലോ, പ്രവർത്തന പരിചയമില്ലാത്ത മന്ത്രി. LDFന്റെ ഈ 2ാം മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാ മന്ത്രിമാരും പുതിയ ആളാണ്. ഇവിടെ MP രാജേഷ് ആയാലും മുഹമ്മദ് റിയാസ് ആയാലും P രാജീവ് ആയാലും ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു വന്നവരാണ്. എല്ലാ മന്ത്രിമാരെയും പുതുതായി കൊണ്ടുവരാൻ ഈ മന്ത്രിസഭ തീരുമാനിച്ച അവിടെ പ്രവർത്തന പരിചയമില്ല. ആ പ്രവർത്തന പരിചയത്തിന്റെ ഭാഗമായി തന്നെയാണ് വെറും 700 കോടി രൂപ കൊടുത്ത UDFന്റെ കാലത്ത് ഇപ്പോൾ 8000 കോടി രൂപ ഒന്നാമത്തെ പിണറായി സർക്കാർ മാറ്റിവെച്ച് ഈ കിഫ്ബിയെ എല്ലാ മണ്ഡലത്തിലും എതിർത്തല്ലോ. ഇവിടെ ഒരു വലിയ ഹോസ്പിറ്റലിലെ വലിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ അതൊക്കെ കിഫ്ബി മൂലം നടത്തിയതാ. നിങ്ങളിപ്പോൾ ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞു. ഈ ഹോസ്റ്റൽ വരുന്ന തിങ്കളാഴ്ച മുതൽ പുതിയ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ച പുതിയ ഹോസ്റ്റലിലേക്ക് മാറുകയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അത് മറച്ചു വെച്ച് ചില പ്രചരണം. ഇവിടെയും ആ പഴയ ഹോസ്റ്റലിലും PWD നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 1969 കെട്ടിടമാണ് ആ ഹോസ്റ്റൽ കെട്ടിടം. പരിക്കുകളുണ്ടാവും, കുറവുകളുണ്ടാവും, അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ കേരളത്തിന്റെ പഴയ നിയമസഭാ കെട്ടിടമുണ്ട്, അവിടെ സെക്രട്ടേറിയറ്റിലുള്ള ആ 150 കൊല്ലം പഴക്കമുണ്ട്. ഇതെല്ലാം പൈതൃക കെട്ടിടങ്ങളായിട്ട് സംരക്ഷിക്കുകയും പാകപ്പിഴകൾ ഉള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും. ഇവിടെ സുവർണാവസരം കാത്തു നിൽക്കുന്നവർ, പ്രളയം വരും, ഉരുൾപൊട്ടൽ വരും, വലിയ വെള്ളപ്പൊക്കം വരും, അതൊക്കെ ഞങ്ങൾ ആഘോഷിക്കുമെന്ന് പറഞ്ഞ് ആ ആഘോഷിക്കുന്നവർ ഇപ്പൊ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ LDF-ന്റെ കാലത്ത് അല്ലല്ല അങ്ങനെ പറഞ്ഞു പോരുന്നല്ലോ. അപ്പൊ അങ്ങ് മാത്രം പറഞ്ഞു പോവാ എന്ന് പറയുന്ന ഒരു രീതിയായി പോയില്ലേ? അതുകൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോ അങ്ങ് പറയുന്നത് PWD വകുപ്പിന് മെയ്യിൽ അങ്ങ് എനിക്ക് അയച്ചു തന്ന രേഖ പ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞു. മെയ് മുതൽ ഇങ്ങോട്ട് PWD വകുപ്പ് എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു, അവരെ അധിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ കോലം മാറിപ്പോയി എന്നുള്ളതാണോ? ആരോഗ്യ വകുപ്പിനെ കുറ്റം പറയുമ്പോൾ PWD ആയിരുന്നു കുറ്റം പറയേണ്ടത് എന്നുള്ളതാണോ അങ്ങ് തന്നെ പറയുന്നത്? നിങ്ങൾ കത്തിച്ചോ, നിങ്ങളുടെ ആരോപണം ഉന്നയിച്ചോ, നിങ്ങൾക്ക് ഈ 2ാം LDF സർക്കാരിന്റെ ഗംഭീരമായിട്ടുള്ള പൂർത്തീകരണം സഹിക്കാത്ത അല്ല ആഹ്വാനം ചെയ്യ
അല്ല, അത് നിങ്ങൾ ആക്രമിച്ചോ? കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തൂങ്ങി ചാവുമെന്ന് പറഞ്ഞ പത്രമുത്തശ്ശിയുടെ നാടല്ലേ ഇത്? ഈ കേരളത്തിന്റെ അവസാനത്തെ 38 കൊല്ലത്തെ ചരിത്രം എടുക്കുമ്പോൾ അതിൽ 24 കൊല്ലവും ഭരിക്കുന്നത് LDF ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോ അത്തരത്തിൽ ഒരു മന്ത്രിക്കെതിരെയും ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ എന്താ ആ കേസിന്റെ സ്ഥിതി എന്ന് അറിയാമോ? ആ ഷോൺ ജോർജ് ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ, നിങ്ങൾ ആഹ്വാനം ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അങ്ങാണ് പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. PWD വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർദ്ദേശം നൽകിയിട്ട് 2 മാസമായി അതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടർ അന്വേഷിക്കുന്നു. അപ്പൊ കളക്ടർക്ക് PWD വകുപ്പിന്റെ അല്ലെങ്കിൽ PWD ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനൊരു നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനാസ്ഥയുണ്ടായത് PWDയുടെ ഭാഗത്തു നിന്നാണോ എന്ന് അങ്ങയുടെ ഉത്തരത്തിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് അങ്ങ് പറയുന്നത് ഞാൻ ആഹ്വാനം ചെയ്തു എന്ന് പറയുന്നത്. അതൊരു അനീതിയല്ലേ അഡ്വക്കേറ്റ് അരുൺകുമാർ? ഇവിടെ ഒരു സംഭവം ഉണ്ടായി, ഒരു ദുരന്തമുണ്ടായി, ഒരാൾ മരിച്ചു. അത് അന്വേഷിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തി. ആ കളക്ടറെ ചുമതലപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അതാരാ ചെയ്തത്, അതിനെതിരെ പ്രതിഷേധിക്കണ്ടേ, കോലം കത്തിക്കണ്ടേ എന്ന് ചോദിക്കുന്ന താങ്കളുടെ മര്യാദ, അത് താങ്കൾ ആഹ്വാനം ചെയ്തതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനുള്ള ചൂണ്ടയൊന്നും ഇട്ട് കൊടുക്കണ്ട. കോലം ഞാൻ ചോദിച്ചിട്ടില്ല, കോലം മാറിപ്പോയോ എന്ന് ചോദിച്ചുള്ളത് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ്. ആ വകുപ്പിന്റെ അല്ല ഈ വകുപ്പിന്റെ ആണെന്ന് അങ്ങ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കോലം മാറിപ്പോയതാണോ എന്ന്. കത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല അരുൺകുമാർ. എന്തായാലും ഇതൊക്കെ ഞങ്ങൾ താങ്ങും. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കില്ലേ, എത്ര ആരോപണം വസ്തുതയുമായി ഒരു ബന്ധമില്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരനായി ജനിച്ചാൽ പൊതുപ്രവർത്തനത്തിൽ ഇടപെട്ടാൽ എത്ര വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിച്ചാലും ഞങ്ങൾ ഇതൊക്കെ താങ്ങും. കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ നേരിട്ട് പരിചയമുണ്ട്. ഇത്തരത്തിൽ ഒഴുക്കിനെതിരെ നീന്തി വന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഏതു വകുപ്പിനെതിരെ നിങ്ങൾ എന്തും ഉന്നയിച്ചോ. ഒരൊറ്റ അഴിമതി ആരോപണം ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹൈക്കോടതി ചെന്ന പ്രതിപക്ഷ നേതാവിനോട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞെന്താ, ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ല, രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഹൈക്കോടതിയുടെ ചുറ്റുപാടും ബാനർജി റോഡിലൂടെ അദ്ദേഹം യാത്ര ചെയ്തിട്ടില്ല. AI ക്യാമറ, ജലമെട്രോ, K-ഫോൺ എത്ര തവണ അഴിമതിയാന്നും പറഞ്ഞു പോയി. ഇപ്പൊ മാസപ്പടി ഒരു വാക്ക് ഉച്ചരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഷോൺ ജോർജോ മറ്റാരെങ്കിലോ പേര് വെളിപ്പെടുത്തുന്നവരോ പേര് വെളിപ്പെടുത്താത്തവരോ ഈ വിഷയത്തിൽ ഒരാരോപണം ഉന്നയിക്കാൻ പാടില്ലെന്ന് ജില്ലാ കോടതിയും ഹൈക്കോടതിയും ഇപ്പൊ പറഞ്ഞിരിക്കുക. ഇന്നലെ ജില്ലാ കോടതിയിൽ ഉത്തരവ് അബ്സല്യൂട്ടാക്കി തെറ്റായ ആരോപണവും വ്യാജ ആരോപണമായി ഇറങ്ങി തിരിച്ചിരിക്കുക. ഏതെങ്കിലും വസ്തുതാപരമായ കാര്യം തെളിയിക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴത്തിന്റെ കുരു, ഖുറാന്റെ ഉള്ളിൽ സ്വർണ്ണം, എത്ര അഴിമതി ആരോപണം ഉന്നയിച്ചു, എത്ര ഏജൻസി വന്നു, CBI, NIA, ED, കസ്റ്റംസ്, ഏതെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? അതിനെ അതിജീവിക്കാനും CPM-ന് കഴിഞ്ഞിട്ടുമുണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ അത് ആരോപണങ്ങളാണ്, ഇത് ആരോപണമല്ല. ഇത് നാട്ടിൽ നടന്നൊരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ നടത്തിയ പ്രതികരണമാണ്. അങ്ങനെ മുൻപ് പ്രതികരണം നടത്തിയ മന്ത്രി അന്ന് ധാർമ്മികതയുണ്ടായതിന്റെ പേരിൽ രാജിവെക്കുകയും പിന്നീട് അതില്ലാതിന്റെ പേരിലാണോ എന്നറിയില്ല തിരിച്ചു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുന്നത്, ജനങ്ങളോട് സംസാരിക്കുന്ന രീതി എന്നത് സംബന്ധിച്ച് പാർട്ടിക്ക് ഒരു ധാർമ്മിക അടിത്തറയുണ്ട് എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. കാരണം അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് അങ്ങനെയല്ല എങ്കിൽ അങ്ങനെ ആവേണ്ടതില്ല. അരമിനിറ്റോടെ അതായത് താങ്കൾ ശ്രീ ചാണ്ടി ഉമ്മനെ വെച്ച് ചർച്ച തുടങ്ങി. ഈ ചാണ്ടി ഉമ്മന്റെ അച്ഛൻ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ 2012 ഇത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞു എന്നല്ലോ പറഞ്ഞേ. എന്തിയാ അന്ന് പൊളിക്കാത്ത? എന്തിയെ 2013, 14 13, 14, 15, 16 വരെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. എന്തിയെ വീണ്ടും പണിയാത്ത? അത് ചോദിക്കുന്നില്ലല്ലോ. UDF-ന്റെ കാലത്ത് ഒന്നും വേണ്ട, പൊളിക്കോ വേണ്ട, പണിയോ വേണ്ട, അഴിമതി തന്നെ മതി, നിങ്ങൾക്ക് ഒരു പരാതിയില്ല. ഞങ്ങൾ 712 കോടി രൂപ ആ മെഡിക്കൽ കോളേജ് മുടക്കുന്നു. 16 കൊണ്ട് തീർന്നില്ല. 17, 18, 19, 20, 21, 22, 23 ഇങ്ങനെ 24 അങ്ങനെ പോവാണ്. 2025 ഇങ്ങനെ പോവാണ്. ഈ കാലഘട്ടത്തിൽ അപ്പാടെ അതവിടെ നിലനിൽക്കുമ്പോൾ 3 വർഷത്തോട് ചോദിക്കുന്നതിന് മുൻപ് 9 വർഷത്തോട് ചോദിച്ചു എന്നേ ഉള്ളൂ. അങ്ങ് ക്ഷമിക്കൂ. ഡോക്ടർ ജിൻഡോ ജോൺ, സർട്ടിഫിക്കറ്റ് റദ്ദാക്കപ്പെട്ടതിന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ എന്തുകൊണ്ട് 3 വർഷം അത് പൊളിച്ചു നീക്കിയില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. യുദ്ധകാല അടിസ്ഥാനത്തിൽ PWD പൊളിച്ചു നീക്കാൻ പറഞ്ഞ സർക്കാരിന്റെ പേര് LDF-ന്റെ സർക്കാരാണ് കേട്ടോ എന്നുള്ളത് അങ്ങ് കേട്ട് കാണുമല്ലോ അല്ലേ? ഞാൻ കേട്ടു മാധു, ഞാൻ കേട്ടു. ഇതിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു, അത് പൊളിച്ചു മാറ്റി പുതിയത് പണിയണം എന്നുള്ള റിപ്പോർട്ട് വന്നു, പൊളിച്ചു മാറ്റിയില്ല. തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ PWD വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അന്ന്
9 വർഷം മുമ്പ് ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കെട്ടിടം പൊളിക്കാത്തത് കൊണ്ടാണ് ഇന്ന് അപകടം സംഭവിച്ചത് എന്നാണ് CPM-ന്റെ വാദമെങ്കിൽ ഈ 9 വർഷക്കാലം ഇവരെന്തുകൊണ്ട് അത് പൊളിച്ചു മാറ്റിയില്ല? മാത്രമല്ല അരുൺകുമാർ തന്നെ മാധുവിന് അയച്ചു തന്നു എന്ന് പറഞ്ഞ രേഖ എന്റെ കയ്യിലുള്ള രേഖയാണ്. 1 മാസം മുമ്പ് മന്ത്രിമാരുടെ അവലോകന യോഗത്തിൽ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പൊളിച്ചു മാറ്റില്ല എന്ന് അരുൺകുമാർ നമ്മളോട് ചോദിക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ യുദ്ധമില്ലാത്ത സമയത്ത് ഇവരെന്തായിരിക്കും ചെയ്യുക എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ PWD വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്, ആരോഗ്യ വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. ആ മണ്ഡലത്തിന്റെ MLA ആയിട്ടുള്ള VN വാസവൻ എന്ന് പറഞ്ഞ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. അരുൺകുമാറെ പ്ലീസ്, നമ്മൾ രണ്ടുപേരും കേൾക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ. അല്ല, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അരുൺകുമാറെ തിരക്ക് പിടിക്കില്ലേ? അരുൺകുമാർ കുറെ കാര്യം പറഞ്ഞില്ലേ. AKGയെ കാലൻ വന്ന് വിളിച്ചിട്ടും എന്തേ പോകാത്ത AKG എന്ന് ചോദിച്ചത് ആരാ? TK ഹംസയാ. ഇതേ TK ഹംസ നിങ്ങളുടെ പാർട്ടിയിൽ വന്നിട്ട് VS അച്യുതാനന്ദന് വല്ലാതെ കോലിട്ടിളക്കലാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. കോൺഗ്രസിന്റെ തലയിൽ വെച്ചിട്ട് നോക്കണ്ട. മാത്രമല്ല നിങ്ങൾ ഈ ഇതാരോടാ പറയണേ? അല്ല, ഞാനത് പറഞ്ഞപ്പോ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞൊരു പ്രതികരണം ഒന്ന് ആവർത്തിച്ചേ ഉള്ളൂ. ഡോക്ടർ ജിൻഡോ ജോൺ പറയൂ. ഓക്കെ, എനിക്കൊരു കുഴപ്പമില്ല. അദ്ദേഹം എന്ത് വേണേലും പറഞ്ഞോട്ടെ. ഞാൻ മര്യാദ വിട്ടാ സംസാരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെങ്കിലും തീരുമാനിക്കട്ടെ എന്നാണ് എന്റെ വാദം. ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ട് CPM-കാർ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഗാന്ധി ഇന്ത്യയെ എന്താക്കി, മാന്തി പുണ്ണാക്കി എന്നാ പറഞ്ഞത്. മഹാത്മാഗാന്ധിയെ ആക്ഷേപിച്ചവർ എന്നെ ആക്ഷേപത്തിന്റെ ക്ലാസ് എടുക്കാൻ വരല്ലേ? ഞാൻ ചിലപ്പോ ഞാനൊരു സാധാരണക്കാരൻ എനിക്കൊരു 1/2 മിനിറ്റ് തരുമോ? അതിലൊന്ന് പറയാനുണ്ട്. ഈ അങ്ങ് എനിക്ക് അയച്ചു തന്ന രേഖയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒന്നുള്ള വാക്കില്ല, എന്റെ സംഭാവനയാണെന്ന് അങ്ങ് പറഞ്ഞെങ്കിൽ അങ്ങ് അതൊന്ന് ഒന്നുകൂടി വായിക്കണം. 3-ാമത്തെ പാരഗ്രാഫിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണമെന്ന് ബഹുമന്ത്രിമാർ PWD എന്നിവർ നിർദ്ദേശം നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ സംഭാവന അല്ല കേട്ടോ, സർക്കാരിന്റെ സംഭാവനയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞോളൂ. എന്റെ പൊന്നെ, അങ്ങ് അയച്ചു തന്ന രേഖയാണിത്. അങ്ങ് അയച്ചു തന്ന രേഖയാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ കവടി നിർത്തി പറയുന്നതല്ല. പറഞ്ഞോളൂ ഡോക്ടർ ജിൻഡോ ജോൺ. ഞാൻ ഇടപെട്ടാണ്, എന്നോട് ക്ഷമിക്കോ, അങ്ങ് പറയൂ. അല്ല, ഇനിയിപ്പോ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ആ വാർഡ്, ആ കെട്ടിടം, 3 നില കെട്ടിടം ഇടിഞ്ഞു വീണിട്ടില്ല എന്ന് അരുൺകുമാർ പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാരാണല്ലോ ഭരിക്കുന്നത്. അവർ പറയുന്നത് ശരിയാണെന്ന് നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ സംസ്ഥാന ദ്രോഹികളും കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് മാറും. അതുകൊണ്ട് സത്യം വിളിച്ചു പറയാൻ പാടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, കേരളത്തിലെ ആരോഗ്യരംഗം അപ്പാടെ മോശമാണെന്നുള്ളതല്ല നമ്മുടെ അഭിപ്രായം. പക്ഷേ ആരോഗ്യരംഗത്ത് അതിഗുരുതരമായിട്ടുള്ള മൂല്യച്യുതികൾ നടക്കുന്നു, അഴിമതിക്കുള്ള അവസരം ഒരുക്കപ്പെടുന്നു. അതിനെതിരെ നമ്മൾ സംസാരിക്കണം. ഇവിടെ കെട്ടിടം പൊളിച്ചു മാറ്റാത്തതിലല്ല, അതിലല്ല ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് പറയുന്നത്. അത് 2-ാമത്തെ കാര്യമാണ്. 1-ാമത്തെ കാര്യം, ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിനകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധന നടത്താതെ PR എക്സസൈസിന്റെ ഭാഗമായിട്ട് ആരും കുടുങ്ങിയിട്ടില്ല എന്ന് വാർത്ത കൊടുക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾ പറയുന്നത്. ഉത്തരവാദിത്ത ലംഘനം നടത്തിയ മന്ത്രിമാർ, മനുഷ്യത്വം അല്പം പോലും അവശേഷിക്കാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർ രാജിവെക്കണമെന്നാണ് UDF-ന്റെ നിലപാട്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഏത് കളക്ടറെ നിങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ഇതേ കളക്ടറാണ് അവിടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ളത്. ആ കളക്ടറെ കൊണ്ട് നിങ്ങൾ അന്വേഷണം നടത്തി ആരെ നിങ്ങൾ കുറ്റക്കാരെന്ന് കണ്ടെത്താൻ പോണേ? PWD പൊളിച്ചു മാറ്റിയില്ല എന്നുള്ള കുറ്റം നിങ്ങൾ കണ്ടെത്തുവോ? അപ്പൊ ആരാ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും? അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് നിങ്ങൾ കണ്ടെത്തോ? മാധു, എനിക്ക് 1 മിനിറ്റ് കൂടി തരണം. ഇവിടെ കേരളത്തില് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ICU-ൽ തീപിടുത്തമുണ്ടായി. ഉത്തരവാദിത്തം ആരാ പറയണ്ടേ? ഉമ്മൻചാണ്ടിയാണോ? കെട്ടിടം, കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണു. ഉത്തരവാദിത്തം ഉമ്മൻചാണ്ടി പറയണമെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയുടെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട്, ജനറേറ്റർ പ്രവർത്തിക്കാൻ പോലും പറ്റാത്തത് കൊണ്ട് ഓപ്പറേഷൻ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മരുന്നില്ല കേരളത്തിലെ എമ്പാടുമുള്ള സർക്കാർ ആശുപത്രിയിൽ. അതിഗുരുതരമായിട്ടുള്ള മരുന്ന് ക്ഷാമമുണ്ട്. ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട്. ലിഫ്റ്റുകൾ കേടാകുന്നു. പഞ്ഞിയും മരുന്നും മറ്റ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന നൂല് പോലും ഇല്ല. രോഗികളുടെ കൂട്ടിരിപ്പുകാർ പാമ്പ് കടിയേൽക്കുന്നു. ശസ്ത്രക്രിയയ്ക്ക് വരുന്നവരുടെ മനുഷ്യരുടെ വയറ്റിൽ കത്രിക വെച്ച് കുത്തി തുന്നി കെട്ടിപ്പിട്ടുന്നു. പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഇവിടെ ആശുപത്രികൾക്ക് വെക്കുന്ന ഫണ്ട് വലുതായിട്ട് വെട്ടിക്കുറയ്ക്കുന്നു. കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറയ്ക്കുന്നു. ആവശ്യത്തിന് ഡോക്ടർമാരോ നഴ്സുമാരോ നഴ്സിംഗ് അസിസ്റ്റന്റുമാരോ ഇല്ല. പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുക്കുന്ന കുട്ടികൾ പോലും മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ മാസ്ക് പോലും ഇല്ല കേരളത്തിലെ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കും അതുപോലെ PG വിദ്യാർത്ഥികൾക്കും. 9 വർഷം മുമ്പ് കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി എന്നാണ് ഞങ്ങൾ ചോദിക്കേണ്ടത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ഒറ്റ കാര്യം കൂടി. ആശുപത്രിയിൽ
ആശുപത്രിയിൽ സൂക്ഷിച്ച സ്പെസിമൻ മോഷണം പോയി. ആരോടാ ചോദിക്കേണ്ടത്? മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ തീ പിടിക്കുന്നു. 1200 കോടി രൂപയുടെ അഴിമതി നടക്കുന്നു. 1200 കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് തീർക്കുന്നു. 1000 കോടി രൂപയുടെ PPE കിറ്റ്, മാസ്ക് നടക്കുന്നു. ഞങ്ങൾ ആരോട് ചോദിക്കണം? ഞങ്ങൾ കേരളം ഭരിക്കുന്ന സർക്കാരോട് ചോദിക്കും. അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ശരി, ശ്രീ എൻ പി ചെക്കുട്ടി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളുടെ കുട്ടിരിപ്പുകാർക്ക് വേണ്ടിയുള്ള വിശ്രമ കേന്ദ്രം അവിടെ പണിതിട്ടിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞതാണത്രേ. അതവിടെ പൂട്ടിക്കിടക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ജനറൽ വാർഡിൽ അങ്ങ് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ആദ്യം ശ്രീ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം വന്ന ദിവസത്തിലുള്ള ചർച്ചയിൽ ഞാനത് പറയുകയും ചെയ്തതാണ്. മനുഷ്യർക്ക് അവിടെ ചെന്നിറങ്ങിയാൽ വേദനയോടെ അല്ലാതെ, വേദനിക്കുന്ന ഹൃദയത്തോടെ അല്ലാതെ ഇറങ്ങി വരാൻ കഴിയില്ല. നമുക്ക് പരിമിതികളും പ്രശ്നങ്ങളും ഒക്കെ ഏറെയുണ്ട്. എന്നിരുന്നാൽ പോലും അത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ് എന്ന നിലയ്ക്ക് നമ്മളത് മുന്നോട്ട് വെക്കുക തന്നെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഒരു കെട്ടിടം, നല്ല രീതിയിലുള്ളൊരു കെട്ടിടം ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിൽ സാമൂഹ്യ വിരുദ്ധന്മാർ രാത്രി വന്നിരിക്കുകയാണ്. അവിടെ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ കിടക്കുകയാണ് അതിന്റെ വരാന്തയിലടക്കം. ഇനി അതിനൊപ്പം തന്നെ അവിടെ കൂട്ടിരിപ്പുകാർക്ക് തറയിൽ കിടന്നിട്ട് അല്ലെങ്കിൽ തറയിൽ പോലും കിടക്കാൻ ഇടമില്ലായിട്ട് അവർ വന്ന് അവിടെ ഇരിക്കുകയും കൊതുക് തിരി കത്തിച്ചു വെച്ച് ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് സൗകര്യങ്ങളില്ല, പരിമിതികളുണ്ട് എന്നതിനപ്പുറത്ത് സൗകര്യങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ബ്യൂറോക്രസി ഇവിടെ ഉണ്ട് എങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? ഇത് നമ്മൾ ആരോട് ചോദിക്കും? ഈ കെട്ടിടം എന്ന് പറയുന്നത് ജനങ്ങളുടെ പൈസ മുടക്കി ഉണ്ടാക്കിയ ഒന്നാണ്. അതവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും കാലത്ത് തുറന്നു കൊടുക്കും. അപ്പോഴത്തേക്കും അതിന്റെ നാശം പരമകോടിയിലെത്തിയിട്ടുണ്ടാകും. ഈ നിലയ്ക്കുള്ള കൃത്യനിർവഹണ പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ നിലയ്ക്കുള്ള ഉത്തരവാദിത്ത രാഹിത്യം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? അല്ല, അത് യഥാർത്ഥത്തിൽ മന്ത്രി വീണ ജോർജ് എന്ന് പറഞ്ഞൊരു വിഷയം ഇതിനകത്തുണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്ന് അവർ പറഞ്ഞതിനകത്ത് പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ്? ബ്യൂറോക്രസി എന്ന് പറയുന്നതിനെ നിയന്ത്രിക്കേണ്ട ചുമതല ആർക്കുള്ളതാണ്? ബ്യൂറോക്രസിക്കാണ് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ്. അതിനു വേണ്ടിയിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ തലത്തിലും ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത്, കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്, തീരുമാനങ്ങൾ ഫയലാക്കി വെക്കുന്നത്, ഓർഡറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ സിസ്റ്റം വർക്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നം എന്താണ്? അതിൻ്റെ മുകളിലുള്ള അത് വർക്ക് ചെയ്യിപ്പിക്കേണ്ട, അതിനെ മാനേജ് ചെയ്യേണ്ട, അതിനെ തിരുത്തേണ്ട, നിയമപരമായിട്ട് ഭരണപരമായിട്ട് തിരുത്തേണ്ട പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയാണ് ഉത്തരവാദിത്വം. ഭരണനിർവഹണ വിഭാഗത്തിനാണ് ഉത്തരവാദിത്വം. സർക്കാരിൻ്റെയാണ് ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൻ്റെ പ്രതിനിധികളായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വരുന്നത് ആരാണ്? ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളാണ്, മന്ത്രിമാരാണ്. അപ്പോൾ ഈ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള അവർ പിന്നെ ഇങ്ങനെ വർത്താനം പറയേണ്ട ആളുകളല്ല. അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും ഭരണപരമായ കാര്യങ്ങളിൽ പിഴവുണ്ടോ എന്ന് നോക്കുകയും ആ പിഴവുകൾ തിരുത്തുകയും ഉത്തരവാദികളായവർക്കെതിരായിട്ട് നടപടിയെടുക്കുകയും വേണ്ട ആളുകൾ, പുതിയ ആളുകൾ കൊണ്ടുവരികയും ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യണം. അതിന് പകരം ഈ വിഷയങ്ങൾ മാധ്യമങ്ങൾ വല്ല ചൂണ്ടിക്കാണിച്ചാൽ മാധ്യമങ്ങളുടെ നേരെ, പൊതുപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചാൽ പൊതുപ്രവർത്തകർക്ക്, മാധ്യമപ്രവർത്തകർ നിരീക്ഷണമായിട്ട് പറഞ്ഞാൽ നിരീക്ഷകർക്ക് നേരെ ഈ വഴിയെ പോണ ആളുകൾ നേരത്തെ നെഞ്ചത്ത് അടിച്ച് ചാടിക്കേണ്ട കാര്യമില്ല. ഇവരെയാണ് ഭരിക്കാൻ ഏൽപ്പിച്ചത്, ഇവർക്കാണ് ഭരണത്തിന് ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ പല സ്ഥലത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ആരാണ് പറയുക? ആ പ്രശ്നങ്ങൾ പറയാൻ മന്ത്രിക്ക് നാടുകളെ അന്വേഷിച്ചെടുക്കാൻ കഴിയില്ല. അത് പറയാൻ ഉത്തരവാദിത്വം അതുമായിട്ട് ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്കുണ്ട്, മാധ്യമ പ്രവർത്തകർക്കുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്, ഈ കാര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കുണ്ട്. അത് പറയുന്ന ആളുകളുടെ വായടച്ച് കെട്ടിക്കൊണ്ട് ഇവരെ ശരിപ്പെടുത്തി കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇത് ചെയ്യുക? ജനാധിപത്യത്തിൻ്റെ തരിമ്പുമില്ലാത്ത ഒരു ഭരണകൂടം വന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. യഥാർത്ഥത്തിൽ ഇതാണ് പ്രശ്നം. ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ജനപ്രതിനിധികൾ, ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ള, ജനങ്ങളോട് അനുകമ്പയുള്ള ഭരണമാണെങ്കിൽ ഇങ്ങനെയല്ല സംഭവിക്കുക. ഈ കാര്യം മാത്രമാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത്. ഇപ്പോഴും ഞാൻ അതാ പറയുന്നത്. ഈ സർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ ജനങ്ങളിൽ നിന്ന് വളരെയേറെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, അകന്നു പോയിട്ടുണ്ട്. ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. ഈ അറഗൻസിനോടാണ് ഇന്ന് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഈ അറഗൻസ് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ തുറന്നു പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ മുഖംമൂടി വെച്ച് ഞാൻ ചോദിച്ചു, കാർട്ടൂൺ പോലുള്ള സംഗതിയാണ്. പത്രങ്ങളിൽ കാർട്ടൂൺ വരണ്ടെന്നൊക്കെ ഇനി പറയാൻ പറ്റുമോ? കാർട്ടൂൺ പോലെ തന്നെ ഇത് സ്ത്രീ ആയാലും പുരുഷനായാലും അധികാര സ്ഥലത്തിരിക്കുന്ന ആളുകളെ വിമർശിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ചുമതലയാണ്, പൊതുസമൂഹത്തിന്റെ ചുമതല. അത് മാത്രമാണ്. ഞാൻ അവസാനം പറഞ്ഞതിനോട് ബഹുമാനപൂർവ്വം വിയോജിക്കുന്നു. അത് ഞാൻ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞപ്പോഴും പറഞ്ഞു. ഒരാളുടെ ആരോഗ്യാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പരിഹാസങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വപരമാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഞാൻ ഒരു ഇടവേള എടുക്കട്ടെ. ശ്രീ പുഷ്പരാജ്, ഞാൻ അങ്ങേലേക്ക് വരാം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ പി പുഷ്പരാജ്, ഈ സംസ്ഥാനത്തെ സർക്കാർ മേഖലയിൽ ഈ കാലഹരണപ്പെട്ട കെട്ടിടങ്ങൾ ഏറെയുണ്ട് എന്നത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ ധാരാളമായി ഉണ്ടാവുകയാണ്. 60കളിലും 70കളിലും നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടങ്ങൾ ഏറെയാണ്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ PWDക്കോ അല്ലെങ്കിൽ മറ്റ് വകുപ്പുകൾക്കോ ഒക്കെ ഇതിനകം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതും ഏറെയാണ്. എന്താണ് ഇതിന് യഥാർത്ഥത്തിൽ ഒരു
വിഘാതമാവുന്നത് അല്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന ഘടകം എന്താണ്? ഇങ്ങനെ ഒരു കെട്ടിടം ഉണ്ട് എങ്കിൽ പോലും അത് പൊളിച്ചു നീക്കാൻ തടസ്സമായി നിൽക്കുന്ന ഘടകം എന്താണ്? പലയിടങ്ങളിലും ഇപ്പോൾ ഫയർ NOC ഇല്ലാതെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫയർ NOC ഇല്ല അത്രേ. നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷെ നമ്മൾ ഞെട്ടണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. 2 വർഷമായി ഏതാണ്ട് ആ പ്രശ്നം നിലനിൽക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ ആളുകൾ നിരവധി വന്നു കയറുന്ന കോറിഡോറുകളുള്ള ഒരു സംവിധാനത്തിന് നിരവധി ആളുകൾ അതിന്റെ കെട്ടിടത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ ആളുകളെ ചികിത്സിക്കുന്ന ഒരു കെട്ടിടത്തിന് ഫയർ NOC ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രം, നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് മാത്രം നടക്കുന്ന ഒരു കാര്യമായിരിക്കും. അത് അല്ലെങ്കിൽ ഭീകരമായ നടപടികൾ ഉണ്ടാകും. പക്ഷേ ഇത് ആരോട് ചോദിക്കും? ആർക്കാണ് ഇതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം? കോട്ടയത്തെ സംബന്ധിച്ച് ആ കെട്ടിടം അൺഫിറ്റാണെന്ന് 13 വർഷങ്ങൾക്ക് മുമ്പ് PWD അറിയിച്ചു. സ്വാഭാവികമായിട്ടത് ഡിമോളിഷ് ചെയ്ത് മാറ്റണം എന്ന് നിർദ്ദേശിക്കാനുള്ള അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനാണ്. ആ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ടൈമിലി അവർക്ക് PWD ഇതൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എമർജൻസി വർക്ക് നടത്തുന്നതിൽ കൊട്ടേഷൻ വിളിച്ചൊക്കെ വളരെ വേഗത്തിൽ ഒരു വിത്തിൻ 1 വീക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനകത്ത് വന്ന അപാകത എന്താണെന്ന് അറിയത്തില്ല. ഇതുപോലെ നമ്മുടെ സംസ്ഥാനത്തൊട്ടേക്ക് പണ്ടത്തെ കൺസ്ട്രക്ഷൻ ടെക്നോളജി അത്ര അപ്ഡേഷൻ ഇല്ല. ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്, ഒരുപാട് റിവിഷൻ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഒരു സ്ലാബ് ചെയ്യുമ്പോൾ 4 ഇഞ്ച് കനത്തിലാണ്, 10 സെൻറ്റിമീറ്റർ കനത്തിലാണ് ചെയ്തത്. ഇപ്പോൾ അതൊക്കെ ഇതിൻ്റെ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് മാറ്റി 12 സെൻറ്റിമീറ്റർ തീർച്ചയായും സ്ലാബ് ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോൺക്രീറ്റിൻ്റെ മിക്സ് പണ്ടൊക്കെ നമ്മൾ ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ 1:4, 1 ഭാഗം സിമൻറ്റ്, 2 ഭാഗം സാൻഡ്, 4 ഭാഗം മെറ്റൽ. അതിപ്പോൾ മാറ്റി കമ്പി ഉപയോഗിക്കുന്ന എല്ലാ കോൺക്രീറ്റുകൾക്കും 1.5:3 എന്ന മിക്സേ ഉപയോഗിക്കാവുന്ന നിർദ്ദേശമുണ്ട്. അതൊക്കെ 2000 ആണ്ടാണ് ഇതൊക്കെ നിർദ്ദേശം വന്നത്. അപ്പോൾ അന്നത്തെ ടെക്നോളജി അപ്ഡേഷൻ അത്ര ഇല്ലായിരുന്നു, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ചെയ്യേണ്ടുന്നത് ഈ ബിൽഡിങ്സുകളെല്ലാം പരിശോധിക്കാനുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെയുള്ളവർ പരിശോധിച്ച് അത് അൺഫിറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പുതിയ കെട്ടിടങ്ങളുടെ പ്ലാൻ തയ്യാറാക്കി അത് എക്സിക്യൂഷനിലേക്ക് പോകേണ്ടതാണ്. അതിന് ഫണ്ട് കണ്ടെത്തേണ്ടി വരും. ശരി, അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ ഫയർ സാങ്ഷനിൽ NOC ഇല്ലാതെ യാതൊരു കാരണവശാലും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് പബ്ലിക് ബിൽഡിംഗ് വർക്ക് ചെയ്യാനേ പാടില്ല. അത് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഈ സർക്കാർ ബിൽഡിംഗ് ആകുമ്പോൾ ഇതിനൊക്കെ ഒത്തിരി ഒരു ലീനിയൻസി പലപ്പോഴും കാണിക്കാറുണ്ട്. വേറൊരു സർക്കാർ ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിനകത്ത് അപാകത വരാറുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ മാറ്റി നമുക്ക് പഴയ കെട്ടിടങ്ങൾ തീർച്ചയായിട്ടും അത് ഡിമോളിഷ് ചെയ്ത് കളയണം. അത് അപകടമുണ്ടാകുമെന്ന് പ്രധാനമായും സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സും മറ്റുള്ളവരും ഒക്കെ പരിശോധിച്ച് അത് ഡിമോളിഷ് ചെയ്യേണ്ടതെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു കാരണവശാലും ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇപ്പോൾ 2013 തീരുമാനമെടുത്തിട്ട് ആ കെട്ടിടം പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. അത് PWD മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൺസേൺ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പാണ്. ആ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കണം, ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് പൊളിച്ചു മാറ്റണമെന്ന്. പൊളിച്ചു മാറ്റണം എന്നുള്ള അടിയന്തരമായി പൊളിച്ചു മാറ്റണം, വേഗത്തിൽ പൊളിച്ചു മാറ്റണം എന്ന് സംബന്ധിച്ച ഏറ്റവും പുതുതായി ഇറങ്ങിയ ഓർഡറാണ് നേരത്തെ അഡ്വക്കേറ്റ് K. S. അരുൺകുമാർ നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തത്. അഡ്വക്കേറ്റ് K. S. അരുൺകുമാർ, ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ സംവിധാനങ്ങൾ രംഗത്തിറങ്ങുക എന്നൊക്കെ പറയുന്നത് ശരിയാണ്. ആ രാഷ്ട്രീയ വിവാദങ്ങളെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് പ്രാഥമികമായ ലക്ഷ്യമായി പക്ഷേ കാണാൻ പാടില്ല. ഇപ്പോൾ സംസ്ഥാനത്ത് വിപുലമായ രീതിയിൽ അത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും, അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിക്കും, അല്ലെങ്കിൽ അടിയന്തരമായ ഇത്തരം റിപ്പോർട്ടുകൾ സമാഹരിക്കും, എന്തു ചെയ്യാൻ കഴിയും എന്ന് നോക്കും എന്നൊക്കെ പറയേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. ഇവിടെ ഈ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അവസാനത്തെ 3 വർഷം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുത്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചല്ലോ. 12 പേരെ എടുത്താൽ അതിലൊരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നുണ്ട്. 30 ലക്ഷം പേർക്കാണ് ഓരോ വർഷവും സൗജന്യ ചികിത്സ കൊടുക്കുന്നത്. അതിന് 7000 കോടി രൂപ മാറ്റിവെച്ചു. ഞാനിത് പറയാൻ കാരണം തങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സംഘടിപ്പിക്കണം. കാരണം ഈ UDFന്റെ കാലത്ത് 5 കൊല്ലം 8.3 കോടിയായിരുന്നു OP ടിക്കറ്റ്. ഇപ്പൊ അത് 13.5 കോടിയാണ്. കേരളത്തിന്റെ ജനസംഖ്യ 3.5 കോടി. അപ്പൊ ഓരോ ആളും എത്ര തവണ ഒരു വർഷം പോയി OP ടിക്കറ്റ് എടുക്കേണ്ടതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ചികിത്സയുടെ ഗുണം കിട്ടിയ സൗജന്യ ചികിത്സ നേടി സർക്കാർ ആശുപത്രിയുടെ സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവർ എല്ലാം ഈ ചർച്ച കാണുന്നുണ്ട്. ഇപ്പൊ UDFന്റെ പ്രതിനിധി പറഞ്ഞ ലിഫ്റ്റുകൾ കേടാകുന്നു, തീകൾ പിടിക്കുന്നു. ലിഫ്റ്റൊക്കെ കേടാകൂല്ലേ, ഏത് ഉപകരണവും കേടാവും.
ഏത് കെട്ടിടത്തിന് കാലപ്പഴക്കം വരും. ഈ കെട്ടിടത്തിന് കാലപ്പഴക്കം വരുമ്പോൾ അത് പരിശോധിക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. തിങ്കളാഴ്ച പുതിയ ഹോസ്റ്റലിലേക്ക് മാറും എന്ന് ഉറപ്പായപ്പോൾ ഇന്നൊരു പ്രക്ഷോഭം, ഹോസ്റ്റൽ മുഴുവൻ പൊളിയാറായി. അവിടെ 3 കോടി രൂപ മുടക്കി PWD തന്നെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്, അതിൽ ഉള്ള കേടുപാട് പരിഹരിക്കുന്നുണ്ട്. ഇതിനൊക്കെ സംവിധാനം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചർച്ച സംഘടിപ്പിക്കുക, ആരോപണങ്ങൾ ഉന്നയിക്കുക, പ്രതിപക്ഷം അതിൽ പ്രക്ഷോഭം നടത്തുക. അതുപോലെ ഇപ്പൊ പറഞ്ഞോണം തന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുക. കാരണം എല്ലാ ഘട്ടത്തിലും ആരോഗ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എല്ലാം ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാറുണ്ട്. കാരണം ഈ സ്കൂൾ തുറന്നിട്ട് 1.5 മാസമായി. വിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും ഒരു പ്രശ്നം എടുത്തിട്ട് ഒരു ചെറിയ പ്രകടനം നടത്താൻ, ഒരു കൈ പൊക്കാൻ KSUവിന് കഴിഞ്ഞിട്ടുണ്ടോ, യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒരൊറ്റ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഏതു വർഷവും നമ്മൾ കാണാറുണ്ട്, സ്കൂൾ തുറക്കുമ്പോൾ ഒരു അവകാശ പത്രികയെങ്കിലും കൊടുക്കും. ഒന്നുമില്ല, ഒരിടത്തും ഒരു വിഷയവുമില്ല. അപ്പൊ ഇത്തരത്തിലുണ്ടാകുന്ന ആക്സിഡന്റിനെ പൊലിപ്പിച്ച് കാണിച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വഴിതടയിലും സമരമൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ മുത്തങ്ങയിൽ നേരിട്ടതുപോലെ, അടിയന്തരാവസ്ഥ കാലത്ത് വന്ന പ്രതിഷേധങ്ങൾ നേരിട്ടതുപോലെയല്ല ഇപ്പോ നിങ്ങൾ ഇത്തരത്തിൽ നുണപ്രചരണം വന്നാൽ ഞങ്ങളും ഞങ്ങളുടേതായിട്ട് രീതിയിൽ അതിനെ ചെറുക്കും. അതാണ് ഇന്ന് മന്ത്രിയും നേതാക്കന്മാരും ഒക്കെ പറഞ്ഞത്. വ്യാജ വാർത്തയും നുണപ്രചരണമൊക്കെ നടത്തുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ ജനം തന്നെ നിങ്ങളെ കൈകാര്യം ചെയ്യും. ആ അവസ്ഥയിലേക്ക് പോകാം. ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് അവരുടെ പ്രാഥമികമായ പരിഗണനയുമായിരിക്കും. പക്ഷേ സർക്കാർ എന്ന് പറയുന്ന സംവിധാനം, മന്ത്രിമാരടക്കമുള്ളവർ പറയേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അത് മറുപടി പറഞ്ഞില്ല. എന്ത് ചെയ്യാം? ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് അവിടെ തുടരുക. ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് അവിടെ തുടരുക. ആജീവനാന്ത പ്രതിപക്ഷമോ ആജീവനാന്ത ഭരണപക്ഷമോ ഇല്ലാതെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ് എന്നത് എങ്കിലും ജനാധിപത്യത്തിൽ വിശ്വസിക്കൂ ശ്രീ അരുൺകുമാർ. ആജീവനാന്ത പ്രതിപക്ഷമോ ആജീവനാന്ത ഭരണപക്ഷമോ ഇല്ല. അതൊരു തെറ്റിദ്ധാരണയാണ് എല്ലാവരുടേതും. വളരെയധികം നന്ദി. പാലസ് വെൽക്കം പ്രേക്ഷകർ.